സ്മൃതി പരുത്തിക്കാട്. അതിൻ്റെ ഉള്ളിലുള്ള എൻ്റെ മോൻ ഈ ആരോഗ്യവും ബുദ്ധിയും പിന്നെ ഞങ്ങൾ എങ്ങനെ വിഷമിക്കുമെന്ന് ചിന്തിക്കുന്ന നല്ല ഓർമ്മയുള്ള സമയം മുഴുവനും ചിന്തിച്ചിട്ടുണ്ടാവും വീട്ടുകാരെത്രത്തോളം വിഷമിക്കുന്നു. പിന്നെ അവൻ്റെ മാനസിക നില തകരുന്നതും ആരോഗ്യം വഷളാകുന്നതും ഒക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഇത്രയും ദിവസങ്ങളിൽ കണ്ട് എനിക്ക് സഹനം എന്നുള്ളതിൻ്റെ അങ്ങേ തലക്കെത്തിക്കുന്നു. ഞങ്ങൾ മനസ്സിൽ പ്രതീക്ഷ എന്താ പറയുക, ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എൻ്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു. എൻ്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ വൈകുന്നേരം അറിഞ്ഞ് വീഴാൻ ചാൻസുള്ളൊരു വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴീൻ്റെ മേത തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയി ഇട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസം വരുന്നില്ല. ഇപ്പം കേന്ദ്രത്തിനോട് വരുന്നില്ല. ഞങ്ങൾ പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ആൾക്കാർ. ഞങ്ങൾ അച്ഛൻ പട്ടാളക്കാരനാണ്. ആ ഒരു അഭിമാനമൊക്കെ തെറ്റിപ്പോവുക. ഇപ്പം എന്താ നടക്കുന്നത്? ഈ 4 വർഷത്തെ പട്ടാളം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലിക്ക് ആയിട്ട് ആൾക്കാരെ കാണിക്കാൻ ഗോഷ്ഠി കെട്ടി വിടുന്ന സംഭവമായിട്ടാണോ ഇപ്പം വരുന്നത്? ഇന്ത്യയിലാണ് ഇങ്ങനെ ഒരു സംസ്ഥാനം തോന്നുന്നത്. എന്തിനാ ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഇന്ത്യ അങ്ങനെ വലിയ മഹാരാജ്യം എന്ന് പറഞ്ഞ് നിൽക്കുന്നത്? 7ാം ദിനത്തിലായിരുന്നു പ്രതീക്ഷ. ഡീപ് സെർച്ച് ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ, കരയിലും പുഴയിലും സംയുക്ത പരിശോധന, എല്ലാം 6:30-ക്ക് തന്നെ മതിയാക്കി. സൈന്യം മടങ്ങി. നാളെ ഇനി റോഡ് ഒരു ഭാഗം തുറന്നുകൊടുക്കാൻ പോകുന്നു. തിരച്ചിൽ ഇനി എങ്ങനെയാകും എന്നതിന്റെ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. ഉറ്റവരെ നഷ്ടപ്പെട്ടവരോടുള്ള പോലീസിന്റെ മനോഭാവം എന്ത് എന്നതും ദൃശ്യങ്ങളിൽ ഇന്ന് കണ്ടതാണ്. അർജുൻ കരയിലില്ല എന്ന സൈന്യം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു കഴിഞ്ഞു. നാളെ പുഴയിലെ തിരച്ചിലാണ്. ഇനി എന്താണ് പ്രതീക്ഷ? ചർച്ചയിൽ അർജുൻ്റെ സഹോദരി അഞ്ജു ഉണ്ട്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് അഞ്ജുവിലേക്ക് അല്പനേരം പോകും. കൂടെയുള്ളത് സേവ് അർജുൻ ഫോറത്തിൻ്റെ പ്രതിനിധി കൃഷ്ണദാസ് തീരമാണ്. അതോടൊപ്പം റിട്ടയർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ആർ ജയദേവനുണ്ട്. AKM അഷ്റഫ് മഞ്ചേശ്വരം MLA ആണ്. അങ്കോലയിൽ ഈ 2 ദിവസവും തുടർച്ചയായി അദ്ദേഹം സാന്നിധ്യമായി ഉണ്ട്. രഞ്ജിത്ത് ഇസ്രയേലും അല്പസമയത്തിനകം ചർച്ചയിൽ ചേരും. ആദ്യം ഞാൻ അഞ്ജുവിലേക്ക് പോവുകയാണ്. അഞ്ജു, ഇന്ന് അമ്മ സംസാരിക്കുന്നത് വിശദമായി തന്നെ കണ്ടു. എല്ലാ പ്രതീക്ഷയും നശിച്ച ഒരു സാഹചര്യത്തിലാണ് അമ്മയുടെ പ്രതികരണം എന്ന് കണ്ടത്. ഈ 7ാം ദിവസത്തിലെ തിരച്ചിലെന്ന് പറയുമ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച ശേഷമാണല്ലോ. സൈന്യമാണെങ്കിലും ഡീപ് സെർച്ച് ഡിറ്റക്ടർ അടക്കം കൊണ്ടുവന്നിരുന്നു. അപ്പോൾ സൈന്യത്തിൻ്റെ ഈ തിരച്ചിലിനെ എന്തുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ സംശയിച്ചിരിക്കുന്നത്? ഇന്നലെ ശരിയാണ്, ഒരു ഉപകരണങ്ങളും ഇല്ലാതെയാണ് അവർ വന്നത്. ഇല്ല മേഡം, നമ്മൾ സംശയിച്ചതല്ല. അത് അമ്മയുടെ വികാരത്തിൻ്റെ പുറത്ത് അമ്മ പറഞ്ഞ കാര്യങ്ങളാണ്. അമ്മ എന്ത് പറഞ്ഞെന്നുള്ളതിൽ നിങ്ങൾ നോക്കണ്ട. അതായത് ഒരു മകനെ അത്രയും കാത്തിരുന്ന് എല്ലാം നഷ്ടപ്പെട്ടപ്പം അമ്മ ന്യൂസൊന്നും കാണാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. നമ്മൾ അമ്മ ഇന്ന് എന്ത് സംഭവിച്ചുള്ള കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും അമ്മേനെ അറിയിക്കാതെ ഇങ്ങനെ ഇരുത്തിയതാണ്. അപ്പം സൈന്യം പോകുന്നെന്നുള്ള കാര്യം മാത്രമേ അറിഞ്ഞത്. അപ്പം ഞാനായിരുന്നു അന്നേരം സംസാരിക്കണം വിചാരിച്ചത്. പക്ഷേ അമ്മ നമ്മളെ സമ്മതിക്കാതെ അമ്മയ്ക്ക് തന്നെ പറയണമെന്ന് പറഞ്ഞ് നമ്മളടുത്തൊക്കെ മാറിയിട്ടാണ് അമ്മ പോയിട്ട് സംസാരിച്ചത്. സൈന്യത്തിൽ നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവർ വന്നു, അവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ അവർ ഫുള്ള് സെർച്ച് ചെയ്ത് കഴിഞ്ഞു എന്നാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ അറിവ്. അപ്പോൾ നമ്മളും അതിൽ തന്നെ വിശ്വസിക്കുന്നു ഇനി കരയിലുണ്ടാവില്ല എന്നുള്ള. പക്ഷേ കരയേണ്ട ഒരു ഭാഗത്ത് കുറച്ച് എവിടെ ഒരു താന്ന സ്ഥലമുണ്ടെന്നും അവിടെ ഒരു പക്ഷേ വണ്ടി അകപ്പെടാം, അതിൻ്റെ മുകളിൽ വീണ്ടും മണ്ണ് കുമിഞ്ഞു കൂടിയിട്ടുണ്ടാവും, അവിടെ ആദ്യം നീക്കിയ മണ്ണൊക്കെ അവിടെയാണ് കിടക്കുന്നത്, അങ്ങനെയുള്ളൊരു കുറച്ച് ഡൗട്ട്സും നമ്മളവിടെ കേൾക്കുന്നുണ്ട്. അമ്മ പറഞ്ഞതും നിങ്ങൾ ഇതുമായിട്ട് ഒട്ടും ഇതാക്കണ്ട. അമ്മയുടെ മാനസിക അന്നത്തെ സമയത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷെ അമ്മയ്ക്ക് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതിവൈകാരികതയോടെ പ്രതികരിക്കുകയല്ല അമ്മ ചെയ്തിരിക്കുന്നത്. ഫാക്ട്സ് തന്നെയാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. സൈന്യത്തെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുകയല്ല, സൈന്യത്തെ കോമാളികളാക്കുന്നു, സൈന്യത്തോട് വളരെയധികം ബഹുമാനമുണ്ട്, സൈനികന്റെ മകളാണ് എന്ന അടക്കമുള്ള കാര്യങ്ങൾ അമ്മ പറഞ്ഞു കഴിഞ്ഞു. വേണ്ട രീതിയിലുള്ള വ്യവസ്ഥയാണ് അമ്മ ചോദ്യം ചെയ്തത്. സൈന്യത്തിൽ നമുക്ക് ഇപ്പോഴും നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അതെ, വ്യവസ്ഥയാണ് അമ്മ ചോദ്യം ചെയ്തത്. അതിൽ എനിക്ക് ചോദിക്കാനുള്ളത്, അവർക്ക് വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞോളൂ, പൂർത്തിയാക്കോളൂ. അവർക്ക് വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ അവിടുന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയില്ല, അവരുടെ ദൗത്യം അവരേതായാലും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ വണ്ടി ഇല്ല എന്നുള്ളത് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടിയ മണ്ണുകളെല്ലാം തന്നെ അവിടെ നീക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യ ദിവസങ്ങളിലൊക്കെ അവിടുന്ന് മണ്ണെടുത്തിട്ട്
അതായത് റോഡിന്റെ അപ്പുറത്തെ കരയില് പുഴയുടെ നദീ സൈഡിലായിട്ടാണ് മാറ്റിയിട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ, അരികില് പുഴക്കരയിലാണ്. അപ്പം ഒരു പക്ഷേ അവിടെ താന്നു പോയിട്ട് അതിന്റെ മുകളിലാവാനും സാധ്യതയുണ്ട്. നമ്മളിനി സാധ്യതകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. സാധ്യതയുടെ ഇത് വെച്ചിട്ടാണ് നോക്കുന്നത്. അതെ അഞ്ജു, അമ്മ പറഞ്ഞ ഒരു കാര്യം, നാളെ നദിക്കരയിൽ തെരച്ചിൽ നടത്തുമെന്ന് പറയുന്നുണ്ട്. ശരി, അതിലേക്ക് വരാം. അഞ്ജു, അമ്മ പറഞ്ഞ ഒരു കാര്യം, ഈ കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ അവിടെ എത്തുന്നു, വലിയ രീതിയിലുള്ള സമ്മർദ്ദം. ഇപ്പോൾ എം കെ രാഘവൻ എം പിയുടെ കാര്യം ആവർത്തിച്ചമ്മ പറയുന്നുണ്ടായിരുന്നു, അവരുടെ പിന്തുണ അദ്ദേഹം അവിടെ തന്നെ തുടരുകയുമാണല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടം നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, അവിടെ നിന്നും കലക്ടർ അടക്കം ബന്ധപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. അങ്ങനെ അമ്മയുടെ വാട്സപ്പ് നമ്പറിലേക്ക് അവിടുത്തെ തിരച്ചിലിൻ്റെ ദൃശ്യങ്ങൾ ആദ്യം അയക്കുന്നു, പിന്നീട് എല്ലാം ഡിലീറ്റ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. പിന്നീട് അവരിൽ നിന്ന് ഒരു തരത്തിലുള്ള വിവരങ്ങൾ എത്തിക്കലും ഉണ്ടായില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? കിട്ടിയിട്ടില്ല എന്നാണ് അമ്മ പറഞ്ഞത്. നമ്മൾ അതിലേക്ക് അത്രത്തോളം നോക്കിയിട്ടില്ല. അമ്മയായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നീട് കിട്ടിയിട്ടില്ല. പിന്നെ കുഴപ്പമില്ല, നമ്മുടെ മാധ്യമങ്ങളൊക്കെ അവിടെ എത്തി അവിടെ നിന്ന് കറക്റ്റായിട്ട് ഡ്രോണിൻ്റെ വീഡിയോസ് അടക്കം നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കതിൽ പരാതിയില്ല. നമുക്കിപ്പം അപ്ഡേറ്റ് ആയിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല മാഡം. ശരി, ഇപ്പോൾ ഈ പുഴക്കരയിൽ എന്ന് പറയുന്നത് അമ്മയെ ഇടയ്ക്ക് നമ്മളെ അവിടെ കറക്റ്റ് വിളിക്കുന്നതുകൊണ്ടാണ് അമ്മ പുള്ളീനെ സൂചിപ്പിച്ചത്. ശരി, ഈ പുഴക്കരയിൽ നേരത്തെ ഒരു കുഴി രൂപപ്പെട്ടിരുന്നു, തവണയായിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. ശരി, പുഴക്കരയിൽ ഒരു കുഴി രൂപപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്തായിരിക്കാം പെട്ടെന്നൊക്കെ, അല്ല പറയട്ടെ, അവിടെ ലോറി അതിനകത്തായിരിക്കാം എന്നുള്ള സംശയം പല രൂപത്തിൽ നേരത്തെ ദൃക്സാക്ഷികളായിരുന്നവർ, അതല്ലെങ്കിൽ ആ മേഖലയിലൂടെ കടന്നുപോയവർ ആ ഭാഗത്തായിരിക്കാം എന്നുള്ള സൂചനകൾ നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മേഖലയിൽ ആ ഭാഗത്ത് തന്നെയാണ് വീണ്ടും മണ്ണ് കൊണ്ടിട്ടത്. അപ്പോൾ അവിടെ ഒരു വലിയ മൺകൂന രൂപപ്പെട്ട് കഴിഞ്ഞു. ഇനി അങ്ങോട്ടാണ് താഴേക്ക് കുഴിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കി, എവിടെയാണോ തിരയേണ്ടത് അവിടെ മണ്ണ് കൊണ്ടിടുകയാണ്. ഇനി അവിടെ രണ്ടാമത് പണി തുടങ്ങേണ്ട അവസ്ഥ. അപ്പോൾ ഇതൊക്കെ ആര് ആലോചിക്കുന്നു, ആരുടെ നേതൃത്വത്തിൽ നടക്കുന്നു? കാരണം ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകർ ആവർത്തിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലേക്ക് തിരച്ചിൽ എത്താതെ ഈ രൂപത്തിൽ കൊണ്ടിടുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അഞ്ജു? നമ്മളല്ലല്ലോ മാഡം പറയേണ്ടത്. നമുക്ക് പറ്റിയ രീതിയിലൊക്കെ നമ്മൾ ഓരോന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതെല്ലാം നമുക്ക് അവിടെയുള്ള ആളുകളും എല്ലാവരും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ആർമിയുടെ സഹായം വരെ ചോദിച്ചു, അതടക്കം നമുക്ക് സാധ്യമാക്കിയിട്ടുണ്ട്. ഇപ്പം അവരാദ്യം അവരുടെ ഭാഗത്തുനിന്ന് ചെയ്തോ, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്ന് അവിടെ തന്നെ നല്ല രീതിയിൽ ശ്രമിക്കുക. രണ്ടാമത്തത് പുഴയിലായി പോകാനും ഇനി നമ്മൾ ആ സാധ്യതയും കൂടി ഇനി തള്ളിക്കളയാൻ പറ്റില്ല. ഒരു പക്ഷേ ഈ ഇത്രയും ഹെവി ലോഡായിട്ട് വണ്ടി പുഴയിൽ തന്നെ താന്നു പോയിട്ടുണ്ടാവാം. അവിടെ കുറേ തെരച്ചിലുകൾ നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചുകൂടിയും ടെക്നോളജിക്കലായിട്ടുള്ള ഈ അണ്ടർ വാട്ടർ റോബോട്ടിക്സ് പോലെയുള്ള അല്ലെങ്കിൽ മാക്രോസ് അവരുടെയൊക്കെ ഹെൽപ്പ് വെച്ചിട്ട് ആ ഒരു രീതിയിലുള്ളൊരു തെരച്ചിൽ നടത്തിയാൽ ഒരു പക്ഷേ നമുക്ക് ഇനിയും ഒരുപാട് വൈകാതെ തന്നെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പുഴയിൽ നല്ല ഒഴുക്കാണ് എന്നുള്ള കാര്യം അറിയാമല്ലോ. നേരത്തെ ഒരു ടാങ്കർ ഒലിച്ചു പോയതും ആ ടാങ്കറിന്റെ ഭാഗങ്ങൾ പിന്നീട് കരയ്ക്ക് കയറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ 2 ദിവസം മുമ്പത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് 7 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് കിട്ടിയത്. അതിൻ്റെ ഡ്രൈവറെ കിട്ടിയത് 40 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ്. അപ്പോൾ ഇത്ര ഭാരമുള്ള വാഹനമാണെന്ന് പറയുമ്പോഴും അതിനെ ഒലിപ്പിച്ചു കൊണ്ടുപോകാവുന്ന രൂപത്തിലുള്ള വലിയ കുത്തൊഴുക്ക് ആ പുഴയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പുറത്തെ ഗ്രാമത്തിൽ തെങ്ങിൻ്റെ പൊക്കത്തിലാണ് വെള്ളം ഉയർന്നു വന്നതാണ് പറയുന്നത്. ആ ഭാഗത്തെ വീടുകളെല്ലാം അങ്ങ് അടിച്ചു കൊണ്ടുപോവുകയാണ്. 10 വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. മാഡം, നമ്മൾ സാധ്യതകളെ തള്ളിക്കളയാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പക്ഷേ ആ വണ്ടി വീഴുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ മുകളിൽ മണ്ണടിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ആ വണ്ടി അകപ്പെട്ടിട്ടുണ്ടാവില്ലേ പുഴേൻ്റെ ഉള്ളിൽ. ഇപ്പം ഒരു സ്ഥലത്ത് അയർലൻഡ് മാതിരി രൂപപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആ സാധ്യതകളൊന്നും തള്ളിക്കളയാൻ പറ്റൂല. ഒഴുകി പോകാതിരിക്കാനുള്ള സാധ്യത ഇപ്പോഴും ഒരുപാട് ശതമാനമുണ്ട്. അപ്പം നമുക്ക് ആ ഒരു സാധ്യതയും കൂടി നാളെ ഈ കരയുടെ ഭാഗത്തോട് നദിക്കരയിൽ തെരച്ചിൽ നടത്തുന്ന സമയത്ത് തന്നെ ഈ ഒരു സാധ്യതയും കൂടി തള്ളിക്കളയാതെ നമുക്ക് ആ ഒരു രീതിയിലും കൂടി തെരച്ചിൽ നടത്തണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അഞ്ജു, ഇപ്പോൾ സൈന്യം മടങ്ങി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ആകെ അർജുനെ കാണാന്നുള്ളതാണ്. അതെ, സൈന്യം മടങ്ങി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് സൈന്യം റിപ്പോർട്ട് നൽകിയെന്നും കേൾക്കുന്നു. അപ്പോൾ നാളെ സൈന്യമില്ല, മറ്റ് വിഭാഗങ്ങളാണ് സംയുക്തമായി തെരച്ചിലിന് നീങ്ങുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സൈന്യം മടങ്ങുകയാണെങ്കിൽ പറയാനുള്ളത് അഞ്ജു? സൈന്യം മടങ്ങുകയാണെന്ന് അവർ കരയിലാണ് അവരുടെ റെസ്ക്യൂ ഓപ്പറേഷൻ, അവരത് തീർത്തു, അവർ മടങ്ങുകയാണെന്ന് നമുക്കും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെയുള്ള ആളുകളിൽ ഇപ്പോഴും വിശ്വാസം അർപ്പിക്കുന്നുണ്ട്.
സൈന്യത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ കുറച്ചും കൂടി, അതായത് ഇപ്പോഴുള്ള ആളുകളെ കൂടാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള, അതായത് കുറച്ചും കൂടി നല്ല രീതിയിൽ തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇപ്പോൾ ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം ഈ അണ്ടർ വാട്ടറിൽ പോയിട്ട് ഈ ടൈറ്റാനിക്കിൻ്റെ താഴെ ഭാഗം വരെ കാണാൻ പറ്റും, അങ്ങനത്തെ ക്യാമറാസ് കാര്യങ്ങളൊക്കെ എപ്പോഴും നമുക്കുണ്ട്. അത്രയും ടെക്നോളജി ഉണ്ട്. അപ്പം ഈ അണ്ടർ വാട്ടർ ഗ്രൗണ്ടിൽ പോയിട്ടുള്ള അങ്ങനത്തെ റോബോട്ടിക്സ്, അതേമാതിരി ഒരുപാട് ടൈം അണ്ടർ വാട്ടർ ഗ്രൗണ്ടിൽ പോകുന്ന ഈ വേറെ എക്യുപ്മെൻറ്റ്സ്, അതേപോലെ ഒരുപാട് തവണ ഇങ്ങനെ തെരച്ചിൽ നടത്തുന്ന സ്ക്യൂബ ഡൈവേഴ്സ്, അതേ മാക്രോസ്, അവരുടെയൊക്കെ ഹെൽപ്പ് തേടിയാൽ നമുക്കൊരു പക്ഷേ നാളെ കൊണ്ടെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട്. ശരി അഞ്ജു, പ്രതീക്ഷ കൈവിടാതിരിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ ഈ ഘട്ടത്തിൽ നമുക്ക് വേണ്ടത്. ഞാൻ കൃഷ്ണദാസ് തീരത്തിലേക്ക് പോകുന്നു. സേവ് അർജുൻ ഫോറത്തിൻ്റെ പ്രതിനിധിയാണ്. കൃഷ്ണദാസ്, താങ്കളടക്കം 30ഓളം പേർ ഇന്ന് പോയി. കഴിഞ്ഞ ദിവസം അതല്ലാതെ തന്നെ ഒരു സന്നദ്ധ സംഘം കോഴിക്കോട് നിന്നും തിരിച്ചിരുന്നു. ഇന്ന് അവിടെ കണ്ട സാഹചര്യങ്ങൾ, നിങ്ങൾക്കുണ്ടായ അനുഭവം എന്തൊക്കെയാണ്? ഇപ്പോൾ പോലീസുമായി വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. നാട്ടിൽ നിന്ന് കൂടുതൽ മലയാളികൾ ഈ തിരച്ചിൽ ഭാഗമാകുന്നത് പോലീസ് അംഗീകരിക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പിന്നീട് ഇപ്പോൾ 25 വോളണ്ടിയർമാരെ മാത്രം കയറ്റിവിടാൻ MP-യുടെ ഇടപെടലിലൂടെ സാധിക്കുകയാണ് ചെയ്തത്. എന്താണ് അവിടെ സംഭവിച്ചത്? സ്മൃതി, ഞാൻ കോഴിക്കോട് തന്നെയാണ് ഉള്ളത്. കോഴിക്കോട് രൂപപ്പെട്ട ഒരു ജനകീയ കൂട്ടായ്മയാണ് സേവ് അർജുൻ. ഇന്ന് ദുരന്തം കഴിഞ്ഞ് 7ാം ദിവസവും സൂര്യൻ അസ്തമിച്ചു. പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു കുടുംബത്തെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളി വിടുന്ന വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ പ്രതീക്ഷയായിരുന്നു. ഇന്നലെ വരെ പട്ടാളത്തിൽ, അല്ലേ, നമ്മുടെ ആർമിയിലുള്ള വിശ്വാസം വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. ആർമി അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കൃത്യമായി ചെയ്തു എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. പക്ഷേ ആർമിക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് മുന്നിലുള്ള ചോദ്യം. ഈ ദുരന്തം നടന്ന് 7ാം നാളും ദുരന്തമുഖത്ത് ദൗത്യം നടത്തുന്നവർക്ക് ആരാണ് നേതൃത്വം നൽകുന്നത്? ഏത് ഭരണകൂടത്തിൻ്റെ ആരെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്? ഓരോ ദിവസം നടക്കുന്ന അപ്ഡേറ്റ്സ് മാധ്യമങ്ങളുടെ മുന്നിൽ ബ്രീഫ് ചെയ്യുന്നത് ആരാണ്? ഇതൊന്നും നമ്മൾ ഇന്നുവരെ ആ ദുരന്തമുഖത്ത് കണ്ടിട്ടില്ല. നമ്മളറിയുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെ നടക്കുന്ന വാർത്തകൾ മാത്രമാണ്. അതിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത് നാളെ നാവികസേന വരും, രാവിലെ അതിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. നോക്കണം, സമയം നമുക്ക് ഒരിക്കലും നീട്ടിക്കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അത് 24 മണിക്കൂർ തന്നെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ആവശ്യമായ സംവിധാനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും. 5 JCB അല്ലെങ്കിൽ ടിപ്പർ വേണ്ടിയിടത്ത് 10 എണ്ണത്തെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ നഷ്ടപ്പെടുത്തിയത് സമയത്തെയാണ്. ഈ കിട്ടാവുന്ന എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള ഒരു നാട്ടിൽ ഒരു ആധുനിക സൗകര്യവും ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ളത്. അങ്ങനെ ബോട്ടടക്കമായിട്ടാണോ കോഴിക്കോട് നിന്ന് ഒരു സംഘം അങ്ങോട്ട് തിരിച്ചത്? എന്തെങ്കിലും ബോട്ടടക്കമായിട്ടാണോ കോഴിക്കോട് നിന്ന് ഒരു സംഘം അങ്ങോട്ട് തിരിച്ചത്? അതെ 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 അതാണ് അതേ സ്മൃതി, അതേ പറയുന്നത്. കാരണം നിങ്ങൾക്ക് കഴിയില്ലേ, മാറി നിൽക്ക്, ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളം ആ മണ്ണിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളത്. ഒരാളും പറയാതെ 30 അംഗം സ്വന്തം അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരാണ് എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ മാറി നിൽക്കൂ എന്ന് പറയുന്നൊരു സംവിധാനമാണ് ഇന്ന് കർണാടകയിൽ ഉള്ളത് എന്ന് പറയുമ്പോൾ ഇവർ കേരളത്തെ പരിഹസിക്കുകയാണോ? ഒരു മനുഷ്യജീവനോട് ഇവർ നൽകുന്ന പരിഗണന ഇതാണോ എന്ന് ചോദിച്ചു പോവുകയാണ്. 7ാം നാള് ഒരു കുടുംബമില്ലേ? ആ അമ്മയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. ആ സഹോദരി ഇപ്പോഴും ആരെയും കുറ്റം പറയാതെ ഞങ്ങളുടെ അർജുനെ തിരിച്ചു തരുമെന്നാണ് പറയുന്നത്. ഞങ്ങളും പറയുന്നു, ഞങ്ങളുടെ അർജുനെ ഞങ്ങൾക്ക് തിരിച്ചു തരൂ. ഏത് മണ്ണിനടിയിലാണെങ്കിലും ഏത് കടലിനടിയിലാണെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്നവരാണ് ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ഒരു ചെറുപ്പക്കാരനെ 7 ദിവസമായിട്ട് ഈ നാട്ടിൽ നിന്ന് ഒരു അപകടത്തിൽപ്പെട്ടിട്ട് ഒരു ദുരന്തത്തിൽപ്പെട്ടിട്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത സംവിധാനത്തിനോട് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് പുച്ഛമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി എന്ത് പ്രതീക്ഷയാണ് ഞങ്ങൾ വെച്ച് പുലർത്തേണ്ടത്? കാരണം നമുക്ക് തീർച്ചയായിട്ടും എല്ലാ സംവിധാനങ്ങളെയും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുമായിരുന്നു. ആ തക്ക സമയത്ത് വേണ്ട രീതിയിൽ അവർ പ്രവർത്തിച്ചിരുന്നെങ്കിൽ. ഇന്ന് ആരെയാണ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്? ഈ മാധ്യമങ്ങളെ അല്ലാതെ ആരെയാണ് ഈ ഘട്ടത്തെ നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? കേരള സർക്കാർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ പ്രശംസിക്കുമ്പോൾ നമ്മൾ മറ്റൊരു സംവിധാനത്തെ കുറ്റം പറയേണ്ടി വരുന്ന അവസ്ഥ
നമ്മൾ ഈ പിറന്ന മണ്ണിൽ നമ്മുടെ ഒരു സഹോദരന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ആ ജീവന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഒരു ഭരണാധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സംവിധാനങ്ങളൊക്കെ ഈ നാട്ടിൽ എന്ന് ചോദിച്ചു പോവുകയാണ്. ശരി, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അർജുനന് വേണ്ടി ഇപ്പോൾ നാളെ നാവികസേന വരണമെങ്കിൽ അടുത്ത മീറ്റിംഗ് നടക്കുന്നത് പറഞ്ഞു. ഞങ്ങളുടെ നാവികർ അവിടെയുണ്ട്, ഞങ്ങളുടെ നാവികരായിട്ട് മുക്കത്ത് നിന്നും കൂരാച്ചുണ്ടിൽ നിന്നും വന്ന പ്രവർത്തകർ അവിടെയുണ്ട്. അവർക്ക് അനുവാദം കൊടുക്കുക, അവർ കണ്ടെത്തും അർജുനെ, ഒരു സംശയവും ഇല്ല. അവർ കേരളത്തിൻ്റെ ദുരന്തമുഖങ്ങളിൽ അത്രമാത്രം ഇടപെട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചവരാണ്, അവർക്ക് അനുഭവമുള്ളവരാണ്. അവരെ മാറ്റി നിർത്താതെ അവരെ ഈ ദുരന്ത ഭൂമിയിലേക്ക് അയക്കൂ. അവരാണ് കേരളത്തിലെ എന്താ പറയുക, നമ്മുടെ ആ ദുരന്തമുഖത്ത് പ്രകൃതിക്ഷോഭം വന്ന സമയത്ത് ആ മക്കളാണ് ഞങ്ങളെ കൈപിടിച്ച് ജീവിതത്തിന്റെ തുടുപ്പുകളുമായിട്ട് തീർച്ചയായും നാവികസേന നേരത്തെയുണ്ട്. ശ്രീ കൃഷ്ണദാസ് തീരം നാളെ ഇപ്പോൾ NDRFിൽ നിന്ന് വിരമിച്ച മുതിർന്ന ഉദ്യോഗസ്ഥർ അവരുടെ ഒരു വൈദഗ്ധ്യം, അവരുടെ ഒരു ഉപദേശം തേടാനായി അവരെത്തുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ AKM അഷ്റഫ്, മഞ്ചേശ്വരം MLA. ശ്രീ അഷ്റഫ്, താങ്കൾ അവിടെ ഇപ്പോൾ 2 ദിവസമായി ഉണ്ടല്ലോ. എന്താണ് ഇപ്പോൾ അവിടെ കാണാനാകുന്നത്? ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇന്നിപ്പോൾ 30 അംഗ സംഘം എത്തുന്നു, കഴിഞ്ഞ ദിവസം എത്തിയപ്പോൾ ഇത് കോഴിക്കോട് നിന്നുള്ള വിവിധ സന്നദ്ധ പ്രവർത്തകർ അല്ലെങ്കിൽ ഈ എങ്ങനെയെങ്കിലും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരു സംഘം അങ്ങോട്ട് എത്തുകയാണ്. പക്ഷെ അവിടെ അവരെ പോലീസ് തടയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അമ്മ പറയുന്നത് കേട്ടല്ലോ. ഞാനിപ്പോൾ പരാതിപ്പെടുന്നത് ഈ സൈന്യത്തിൻ്റെ കാര്യത്തിൽ സൈന്യത്തോട് ബഹുമാനമാണ്, സൈന്യത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സൈന്യത്തിന് നിർദ്ദേശങ്ങൾ നൽകുന്ന വ്യവസ്ഥയാണ് ചോദ്യം ചെയ്യുന്നതെന്ന്. ആ വ്യവസ്ഥ എന്താണ്, ആ വ്യവസ്ഥ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ശ്രീ അഷ്റഫ്? ഞാനിവിടെ അർജുൻ്റെ അമ്മയുടെ സങ്കടകരമായ വാക്കുകൾ കേട്ടു, അർജുൻ്റെ സിസ്റ്ററിൻ്റെ വാക്കുകളും കേട്ടു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ കേരളത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു MLA എന്ന നിലക്ക്, ഒന്നാമത് ഒരു മനുഷ്യൻ എന്ന നിലക്ക്, ആദ്യം അർജുൻ്റെ വാർത്ത കേട്ട നിമിഷം മുതൽ എല്ലാ മലയാളികളും ടെൻഷൻ അടിക്കുന്നവർ ടെൻഷനിടയിൽ ബഹുമാന്യനായ VD സതീശൻ പ്രതിപക്ഷ നേതാവിനോടും PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും ഇങ്ങനെ ഈ കാര്യം സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ അതിർത്തിയിലല്ലേ നിർബന്ധമായും MLA അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മധ്യരാത്രി ഞാൻ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നത്. ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടവുമായി സംസാരിച്ചു. ഇവിടുത്തെ MLA സതീഷ് ഷൈൽ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് തുടക്കം മുതൽ അർജുൻ്റെ ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ ചോദിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ ആ മധ്യരാത്രി എത്തി സ്പോട്ടിൽ പോയി. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഞാൻ സ്പോട്ടിൽ പോയ സന്ദർഭത്തിൽ അന്ന് വരെ നടന്ന കാര്യങ്ങൾക്ക് നമുക്കൊരുപാട് പരാതികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനുശേഷം ഞാനൊരു MLA മാത്രമാണ് കേരളത്തിലെ. എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്ക് ഏറ്റവും നല്ല ബന്ധമുള്ള ഒരാൾ കർണാടക നിയമസഭയിലെ സ്പീക്കർ, എൻ്റെ തൊട്ടടുത്ത മണ്ഡലക്കാരനും മലയാളിയുമായ UT ഖാദറാണ്. അദ്ദേഹത്തോട് ഓരോ കാര്യങ്ങളും വിവരിച്ചു. അവിടെ ഒരു കോർഡിനേഷൻ്റെ കുറവ്, പല കാര്യങ്ങളിലും മെല്ലെപ്പോക്കെ എനിക്കും ഫീൽ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശക്തമായി ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ച് അവിടെ എത്തിയപ്പോൾ നമ്മുടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആളുകൾ, അർജുൻ്റെ ഫാമിലി ഞാൻ ആദ്യം മീറ്റ് ചെയ്ത ജിതിനടക്കമുള്ള ആളുകൾ പല കാര്യങ്ങളും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞങ്ങൾ ആ നിമിഷം മുതൽ, ഞാനിപ്പോൾ 2 ദിവസമായി ഇന്നും ഇവിടെ നിൽക്കുന്നുണ്ട്, പ്രാർത്ഥനാപൂർവ്വം അർജുനന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങളെല്ലാവരും ശ്രമിച്ചത് ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്ത് പല കാര്യങ്ങളും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവർ തുടക്കം മുതൽ പറയുന്നൊരു കാര്യം, അവിടെ രക്ഷാപ്രവർത്തകരും ജിതിനടക്കമുള്ള അർജുൻ്റെ ഫാമിലി ഈ സ്ഥലത്ത് എന്ന് പറയുമ്പോഴൊക്കെ അവർ പറഞ്ഞത് ആ സ്ഥലത്തല്ല, അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ, ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അരുൺ എന്ന് പറയുന്ന കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥനടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഇത് പുഴയിലെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴും ഞങ്ങൾ പറഞ്ഞ പുഴയിലല്ല, ഇത് ഈ സ്ഥലത്ത് തന്നെയുണ്ട്, ഈ തട്ടുകടയുടെ മുമ്പിലാണ്, ഞങ്ങൾക്ക് എന്തായാലും നിങ്ങളൊരു പരിശോധന നടത്തിയാൽ കിട്ടുമെന്നുള്ള നിരന്തരമായി. അപ്പോൾ അവർ ഇറ്റാച്ചിയുടെ ആവശ്യം ഉന്നയിച്ചു, JCBയുടെ കാര്യം പറഞ്ഞു. ഞാൻ അതിനുശേഷം ബഹുമാന്യനായ കോഴിക്കോട് MP രാഘവട്ടൻ അദ്ദേഹം ഇവിടെ എത്തി. അദ്ദേഹം എന്നെക്കാളും കൂടുതൽ ആളുകളുമായി ബന്ധപ്പെടാൻ കഴിയുന്ന ഒരാളെന്ന നിലക്ക് അദ്ദേഹം ഇടപെട്ടു. അവസാനം നമുക്കൊരു പ്രതീക്ഷ പകരുന്നൊരു കാര്യം, ഉച്ചയ്ക്ക് സൈന്യം എത്തുമെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞ് വൈകുന്നേരം കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി കൂടി ആ സ്പോട്ടിലേക്ക് എത്തി. മുഖ്യമന്ത്രി എത്തുന്നൊരു സന്ദർഭം ഭീകരമായിരുന്ന കാലാവസ്ഥയൊക്കെ എല്ലാവരും കണ്ടതാണ്. അദ്ദേഹം എത്തി ഓരോ പ്രദേശം വിസിറ്റ് ചെയ്യുന്നതിനിടയിൽ ഞാനും കോഴിക്കോട് MPയും അർജുൻ്റെ കാര്യം മാത്രം പറയാനായി അദ്ദേഹത്തോട് ആ കോരിച്ചൊരിയുന്ന മഴയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ചും കാര്യം സാറിനോട് സംസാരിക്കാനുണ്ടെന്ന് അറിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്കോല ഗസ്റ്റ് ഹൗസിലേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ പോയി. ഞങ്ങൾ കൃത്യമായി അർജുൻ്റെ അതുവരെയുള്ള അസംതൃപ്തിയോടുകൂടി കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്ന കാർവാർ MLA സതീഷ് ഷൈലിനോട് അത് കോർഡിനേഷൻ നടത്താനും ഓരോ കാര്യങ്ങളും അപ്ഡേഷൻ അദ്ദേഹത്തോട് ഞങ്ങൾ വിളിച്ചു പറയാൻ രാഘവട്ടനോട് ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിയത്. അതിനുശേഷം ഇന്ന് ആ സ്ഥലത്ത് വീണ്ടും
അവിടെയുള്ള മലയാളികളായിട്ടുള്ള രക്ഷാപ്രവർത്തകർ കാണിച്ച, അർജുൻ്റെ ഫാമിലി കാണിച്ച ഓരോ സ്ഥലവും നമ്മൾ അതിനുശേഷം ഇന്നവിടെ ശക്തമായ പരിശോധന പിന്നെ റഡാർ വന്നു. 2 റഡാറുകളാണ്. ഒന്ന് ഔദ്യോഗികമായി സർക്കാർ സംവിധാനത്തിൽ വന്നതെങ്കിൽ പ്രത്യേകം പറയേണ്ടതുണ്ട്, ഈ മണ്ഡലത്തിലെ MLA സതീഷ് ഷെയിൽ അദ്ദേഹം കാണിച്ച മലയാളികൾ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് പല നമ്മളെയൊക്കെ നിരാശപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ കേരളത്തിൻ്റെ ഒരു MLA എന്ന നിലയ്ക്ക് എൻ്റെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് വെളിപ്പെടുത്തേണ്ട കാര്യമല്ല. ഞാനും രാഘവേട്ടനും അവിടെ ഒരു പോലീസുകാരനോട് കയർത്ത് സംസാരിക്കേണ്ട, അദ്ദേഹം ഞങ്ങളോട് പോലും അപമര്യാദയായി പെരുമാറുന്നൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാഘവേട്ടൻ രേഖാമൂലം ലോക്സഭാ സ്പീക്കർക്ക് ഒരു MP-യോട് അപമാനിച്ച കാര്യം പരാതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആ സമയത്തൊക്കെ കുറേ തർക്കത്തിന് നിൽക്കാത്ത, ഇത് കേരളമല്ല, കർണാടകയാണ്, മറ്റൊരു പ്രദേശമാണ്, അവരുടെ കൂടെ സപ്പോർട്ട് വേണം. നമുക്ക് അർജുനെ കിട്ടിയിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, വളരെ ക്ഷമയോടുകൂടി ഞങ്ങൾ ആ പ്രദേശങ്ങൾ മുഴുവനും റഡാർ കൊണ്ട് പരിശോധിക്കാനുള്ള സമയത്തൊക്കെ ഞങ്ങൾ ലൈവായിരുന്നു. ഒരു റഡാർ ഇവിടുത്തെ MLA സതീഷ് ഷെയിൽ അദ്ദേഹം സ്വന്തം പോക്കറ്റിൽ നിന്ന് 40,000 നൽകി അദ്ദേഹം കൊണ്ടുവന്ന് പരിശോധന നടത്തി. പെട്ടെന്നാണ് ഞങ്ങൾക്കൊരു പിന്നെ അവിടുന്ന് ഒരു ന്യൂസ് കിട്ടി, ഒരു ചെറിയ സിഗ്നൽ കിട്ടി, അത് പിന്നെ ലോറിയുടെ വലിപ്പമുണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല പ്രതീക്ഷയോടുകൂടി നെഞ്ചിരിപ്പോടുകൂടി കാത്തു നിന്നു. പക്ഷെ അതിൻ്റെ 8 മീറ്റർ ആഴത്തിൽ ഈ JCB കൊണ്ട് ഇറ്റാച്ച് കൊണ്ട് അവർ മണ്ണ് മാന്തിയപ്പോൾ അവർ പറഞ്ഞു അതല്ല, അതൊരു വലിയ കല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീർച്ചയായും പിന്നെ അർജുൻ്റെ അമ്മ പറയുന്നതും സിസ്റ്റർ പറയുന്നതും ഇപ്പോൾ കൂട്ടായ്മ രൂപീകരിച്ച ആളുകളൊക്കെ പറയുന്നതിൽ കാര്യമുണ്ട്. ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സൈന്യം, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ ഈ വാർത്തയിൽ പിന്നെ പറയുന്നുണ്ട് സൈന്യം നാളെ മടങ്ങുമെന്ന് അറിഞ്ഞിട്ട്. ഞാനത് കേട്ടപാടെ എൻ്റെ കൂടെ ഇപ്പോഴും ഇതേ ഹോട്ടലിൽ ഞാൻ ഈ പിന്നെ ന്യൂസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് സതീഷ് ഷെയിൽ MLA തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ മുമ്പ് നിന്നാണ് DC-ക്ക് വിളിച്ചത്. സൈന്യം മടങ്ങി എന്നുള്ള വിവരം അദ്ദേഹത്തിനോ ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ നാളെ ഒരു പ്രത്യേക കാര്യം, അദ്ദേഹം ഇപ്പോൾ വലിയ പ്രയാസപ്പെട്ട് ഭൂമി നിറയുന്ന ഒരു 60 മീറ്റർ നീളമുള്ള ഒരു വലിയ, നമ്മൾ JCB ഇറ്റാച്ച് എന്നൊക്കെ പറയുന്നതിനേക്കാളും ഈ പുഴയിൽ നിന്ന് 60 മീറ്ററോളം ആഴത്തിൽ പിന്നെ മണ്ണ് എടുക്കാൻ പറ്റുന്നൊരു യന്ത്രം അദ്ദേഹം ഓനായി, സർക്കാർ സംവിധാനം എന്ന് പറയില്ല, മനുഷ്യത്വത്തിൻ്റെ ഭാഗമായി അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും അത് ഫോണ് വിളിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ പ്രയാസം എന്ന് പറയുന്നത്, ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു അണ്ടർപാസ് ഉണ്ട്, അതിലത് കൊണ്ടുവരാൻ കഴിയാത്ത അതിൻ്റെ ടെക്നിക്കൽ പ്രയാസം കൂടി പറയുന്നുണ്ട്. എന്തായാലും അതുകൂടി നാളെ എത്തുമ്പോൾ, നാളെ ഏതായാലും മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രതീക്ഷയൊക്കെ അസ്തമിച്ചു. ശരി, ശ്രീ AK അഷ്റഫ്, താങ്കളിലേക്ക് വരാം. ഈ താങ്കൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തതയോടെ പറയാൻ പക്ഷേ രഞ്ജിത്ത് ഇസ്രയേലിന് സാധിക്കുമായിരിക്കും. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. രഞ്ജിത്ത്, ഇപ്പോൾ കരയിലുണ്ട് അർജുൻ എന്ന ഉറച്ച വിശ്വാസമായിരുന്നു ഇന്നലെ വരെ താങ്കൾക്ക്. ഇന്നത്തെ തിരച്ചിലിന് ശേഷം എന്താണ് രഞ്ജിത്തിൽ പറയാനുള്ളത്? അതിനിടയ്ക്ക് വന്ന ഒരുപാട് പ്രതിബദ്ധങ്ങളുണ്ട്, താങ്കളെ അടക്കം തടഞ്ഞ സാഹചര്യവും ഉണ്ടായി. എന്താണ് പറയാനുള്ളത്? കരയിലില്ല എന്ന് ഉറപ്പിക്കുകയാണോ? ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇന്ന് GPS ലൊക്കേറ്റ്, ഭാരത് ബെൻസിൻ്റെ GPS ലൊക്കേറ്റ് ചെയ്ത ആ സ്ഥലത്താണ് സെർച്ച് നടന്നത്. സെർച്ച് നടത്തിക്കൊണ്ട് ഒരു 11 മണിയായപ്പോഴത്തേക്ക് ഇന്ത്യ ആർമി റഡാർ എത്തിച്ചായിരുന്നു. ആ റഡാർ പോയിൻ്റ് ഔട്ട് ചെയ്ത് ഒരു 18 മീറ്റർ ലെങ്ത്തുള്ള ഒരു ഒബ്ജക്റ്റ് നോട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളും GPS വെച്ച് നോക്കിയപ്പോൾ അവിടെ ലൊക്കേറ്റ് ചെയ്തും ഈ ആർമി വന്ന റഡാറിൻ്റെ ഒരു പിൻബലത്തിൽ കണ്ടതായതുകൊണ്ട് ഒരുപാട് കോൺഫിഡൻസ് ആയിരുന്നു അവിടെ നിന്ന് ഈ ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ 1 മണിയായപ്പോഴത്തേക്ക് അതല്ലെന്ന ഒരു വലിയൊരു കല്ല് മാത്രമാണ് തിരിച്ചറിഞ്ഞത്. അവിടെ ഒരു 80% 90% ആ സൈഡിലെ മണ്ണ് മാത്രം നീങ്ങുള്ളൂ. ഇനി മണ്ണ് കുറച്ച് ബാക്കിയുണ്ടാകും. ഇടീ സ്ഥലത്ത് സ്പോട്ടിൽ നീങ്ങാൻ തന്നെ ഉണ്ടത്. ഇപ്പോഴും അത് വൈകുന്നേരം വരെ 6 മണി വരെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീടുള്ള ലാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ പുഴയോട് ചേർന്നുള്ള ലാൻഡ് ഏരിയയാണ്. അവിടെ ഒരുപാട് മണ്ണ് ഇതിനു മുമ്പിൽ കൊണ്ടവർ ഇട്ടിരുന്നു ഈ സ്ഥലം നീക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു സ്ഥലത്തും ആ ഒരു ലാൻഡിലുണ്ടെന്നാണ് കൂടുതലും വിശ്വസിക്കാൻ കാര്യം. ഈ മൊബൈൽ ഫോൺ 2 ദിവസം റിങ് ചെയ്തിട്ടുണ്ട്. സയൻറ്റിഫിക്കായിട്ടുള്ള പ്രൂഫ് വന്നിട്ടില്ല, സയൻറ്റിഫിക്കൽ പ്രൂഫ് കൈ വന്നിട്ടില്ല. അല്ലാതെ ഈ 2 ദിവസം അല്ലാതെ ഇവരെ ആൾക്കാർ തന്നെ അറിഞ്ഞ അടുത്ത ബന്ധുക്കൾ ഇവിടെ ഉണ്ട് ജിതിൻ എന്ന് പറഞ്ഞപ്പോൾ 2 ദിവസം റിങ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പുഴയിൽ പോയ ഒരു മൊബൈൽ ഒരിക്കൽ കാരണവശാൽ റിങ് ആവത്തില്ല. പിന്നെ എന്തെങ്കിലും ഒരു ക്ലിയർ കട്ട് ഈ മണ്ണിനടി സെഡിമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രക്ക് ഇനി എടുക്കാൻ പറ്റൂ. കാരണം പുഴയിലെ അടിയിലെ ഫ്ലോ എന്ന് പറഞ്ഞാൽ നല്ല കറണ്ടാണ്,
നല്ല വലിച്ച് കുത്തൊഴുക്കുള്ള നല്ല പുഴയാണ്, ഭയങ്കര കുത്തൊഴുക്കുള്ള പുഴയാണ്. അവിടെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ തങ്ങി നിൽക്കാൻ ഒരു ചാൻസും ഇല്ല. കാരണം 1-ാം ദിവസം തൊട്ട് ഇന്ന് വരെ 7-ാം ദിവസം വരെ നേവി അവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്, NDRF വാട്ടർ യൂണിറ്റ് അടി സെർച്ച് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പെട്ടെന്ന് വല്ല അവിടെ കാണുന്നെങ്കിൽ പോയി അത് നോക്കുന്നുണ്ട്. മെറ്റൽ ഇന്നലെ കണ്ട ഒരു വുഡ് മാത്രമായിരുന്നു, മറ്റെല്ലാം അതിൻ്റെ ട്രക്കിൻ്റെ ഭാഗമായിട്ട് ഒന്നും തന്നെ ഇല്ല. നാളെ ബൂം, പിന്നെ ഡ്രഡ്ജ് ആവശ്യപ്പെട്ടു. ഡ്രഡ്ജ് അതായത് ഈ ഇതിൻ്റെ ആ ലാൻഡ് സ്ലൈഡിങ് കഴിഞ്ഞിട്ട് നടുക്ക് 1-2 ദ്വീപുകൾ പോലെ പെട്ടിട്ടുണ്ട്. മണ്ണിനടിയിൽ അവിടെ വല്ല ഉണ്ടെങ്കിൽ ഇടക്കത്തെ ഉണ്ടെങ്കിൽ അത് ഡ്രഡ്ജ് ചെയ്ത് മാറ്റിക്കൊണ്ട് ആ ഒരു ദ്വീപ് അത് മൊത്തം പൊളിച്ചുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും അവശിഷ്ടം ഉണ്ടെങ്കിൽ അതും ചെയ്യാനുള്ള കാര്യം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഭൂമും ഈ ഡ്രഡ്ജെ കൊണ്ടുവരാൻ 2 പാലങ്ങളുണ്ട്. 2 പാലങ്ങൾ അങ്ങനെ ചില സാങ്കേതിക തടസ്സങ്ങൾ MLA പറഞ്ഞായിരുന്നു. എല്ലാവിധ മാക്സിമം പറഞ്ഞല്ലോ എല്ലാ സെർച്ചും ചെയ്യുകയാണ്. അത് എവിടെയെങ്കിലും ഒരു ഡൗട്ടായിട്ട് നമ്മൾ ഡൗട്ടെല്ലാം ക്ലിയർ തന്നെ പോവാണ്. രഞ്ജിത്ത്, ഇപ്പോൾ ഈ പുഴക്കരയിൽ മണ്ണ് കൊണ്ടിട്ടു എന്ന് പറഞ്ഞല്ലോ, അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ പലരും പറയുന്നുണ്ട്. ഇപ്പോൾ സവാദ് എന്ന ഈ ഒരു വ്യക്തി ആ ഭാഗത്തൂടെ പോയതാണല്ലോ, അപകടത്തിന് മുൻപ് ആ മേഖലയിലൂടെ പോയ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം 5:30 പുലർച്ചെ 5:30 അർജുൻ്റെ വാഹനം അർജുൻ കിടക്കുന്നൊക്കെ കണ്ടത്. അതിന് ശേഷമുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ചിട്ടുണ്ട്. അതായത് എവിടെയാണ് ആ ലോറി കിടന്നതെന്നൊക്കെ കുറച്ചുകൂടി വ്യക്തമാക്കുന്ന തരത്തിലുള്ള സാറ്റലൈറ്റ് വിഷ്വൽസ് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. അതേക്കുറിച്ച് നിങ്ങളെ ജില്ലാ ഭരണകൂടം എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ രഞ്ജിത്ത്? അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി വ്യക്തത കൈവരുകയല്ലേ ഏത് ഭാഗത്തായിരിക്കും, എവിടെ കൂടുതൽ കുഴിക്കണമെന്നതിൽ? ഈ സാറ്റലൈറ്റ് വിഷ്വൽസ് വന്നപ്പോൾ തന്നെ ആവശ്യപ്പെട്ടാണ്. അതായത് ഇസ്രോയുടെ ISROയുടെ ഈ ഇതുണ്ടെങ്കിൽ അവരുടെ ഇമേജസ് എന്തായാലും കാണും. കാരണം ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് എന്തായാലും അറിയാൻ പറ്റും. അവരുടെ ക്ലിയർ കട്ടുള്ള ഇമേജാണ് വന്നപ്പോൾ തന്നെ അത് ആവശ്യപ്പെടുകയാണ്. കാരണം എല്ലാവിധ ടെക്നോളജിയും എല്ലാവിധ മാക്സിമം DRDO അവരുടെയൊക്കെ എന്തായാലും ഈ എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ആർമി കൊണ്ടുവന്ന ഇന്ന് റഡാർ അത് യാതൊരുവിധ പ്രയോജനം ചെയ്തില്ലെന്ന്. അതെന്താണെന്ന് രഞ്ജിത്ത് വിശദീകരിക്കാമോ? ആർമിയുടെ റഡാർ ഗുണം ചെയ്തില്ല. നാളെ ഇപ്പോൾ NDRFന്റെ വിരമിച്ച ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് കുറച്ചുകൂടി വൈദഗ്ധ്യമുള്ളവരെ കൊണ്ടുവന്ന് അവരുടെ ഉപദേശം തേടാനിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്നലെ ഇപ്പോൾ സൈന്യം ഇന്നലെ വന്ന് എല്ലാം നോക്കി പോവുകയാണല്ലോ. അപ്പോൾ അവിടുത്തെ സാഹചര്യം അറിയാം, ഏതൊക്കെ തരത്തിലുള്ള പരിശോധന വേണം എന്നറിയാം. എക്യുപ്മെന്റ്സ് ഇല്ല എന്ന് താങ്കൾക്കും സമ്മതിക്കാനാവില്ല. താങ്കൾ തന്നെ ഇന്നലെ നമ്മുടെ ചർച്ചയിൽ തന്നെ നമ്മുടെ മീഡിയ ടെസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത്തരം സംവിധാനങ്ങൾ സൈന്യത്തിന്റെ പക്കലുണ്ട്. അപ്പോൾ എന്താണ് കൊണ്ടുവരാത്തത്? അത് ഞാൻ വേറെ സിവിലിനാണ്. ഞാൻ പറഞ്ഞത് ഇത് 5-ാം ദിവസത്തെ ഒരു സാധാരണ ഒരു രക്ഷാപ്രവർത്തനമാണിത്. ഒരു നമ്മുടെ ലാൻഡ് സ്ലൈഡും ഇതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് വെച്ച് വന്നതാണ്. മാക്സിമം നമുക്ക് 5-ാം ദിവസം തന്നെ ആദ്യത്തെ ഒരു 4 ദിവസം 5-ാം ദിവസം 3 മണിക്കാണ് ഞാൻ എത്തുന്നത്. അപ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം മനസ്സിലാവും ഒരുപാട് ദിവസമാണ് കഴിഞ്ഞിരുന്നത്. ആ അലംഭാവം മൂലം ഒരുപാട് വൈകുമല്ലേ. 5 ദിവസം കഴിയുമ്പോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ആദ്യത്തെ എന്താണ് സംഭവം കറക്റ്റ് ഇൻസിഡൻറ്റ് കാര്യങ്ങളൊന്നും കറക്റ്റ് വെളിപ്പെട്ടില്ല. ആ കാര്യങ്ങളൊന്നും അഡ്മിനിസ്ട്രേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് സംഭവിച്ചത്, പോയി കറക്റ്റ് മണ്ണ് എങ്ങോട്ടൊക്കെ മാറ്റി. നമ്മൾ ആ മണ്ണ് കാണുന്നുണ്ട്, പുഴയിൽ ചേർന്നുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ഇടത്തെ സൈഡ് മാറ്റിയേക്കാൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല GPS ലൊക്കേറ്റ് ചെയ്യുക ആവശ്യവും GPR NITയുടെ GPR വന്നാൽ ലൊക്കേറ്റ് ചെയ്യുക ആവശ്യവും അത് തീർത്ത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് ആ ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ലെഫ്റ്റ് സൈഡിൽ ആയി നോക്കിയത്. ഈ വെഹിക്കിൾ പാർക്ക് ചെയ്ത് ആ സൈഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അതിൽ എബൌട്ട് 80% ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ലാൻഡ് 80% മണ്ണ് നീക്കാൻ കഴിഞ്ഞു. ഇന്നാണ് 80% മണ്ണ് നീക്കിയത് വൈകിട്ടത്തോടുകൂടി. പിന്നെയുള്ള അതിനേക്കാളും ഡബിളായിട്ട് മണ്ണാണ് ഈ പുഴയോട് ചേർന്ന് നടക്കുന്ന ആ ഒരു സ്ഥലത്ത് കിടക്കുന്നത്. അവിടെ ഇപ്പം ആ ഒരു 6 മീറ്ററോ സംതിങ് ഒരു റേഡിയസ് ഉള്ളൊരു റഡാറാണ് കൊണ്ടുവന്നത്. അത് ഈ പറയുന്ന പോലെ അയൺ ഓർ കണ്ടന്റ് ഉണ്ടെങ്കിൽ ആവാം. അതുകൊണ്ട് വെഹിക്കിൾ തന്നെ ഒന്ന് പ്രൂവ് ചെയ്ത് കറക്റ്റ് സ്ഥാപിക്കാൻ പറ്റത്തില്ല. കാരണം അത് ഇന്ന് അവരുടെ റഡാർ വെച്ച് ഉപയോഗിച്ച സ്ഥലത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ ബാക്കി പുഴയോട് ചേർന്നുള്ളത്. പിന്നെ നാളെ കുറച്ച് നേവിയുടെ കുറച്ചും കൂടെ ആഴത്തോടെ ഡീപ്പ് ഡൈവേഴ്സ് വരുമെന്ന് പറഞ്ഞു. അതെന്ത് വന്ന പ്രായോഗികമായിട്ട് നടക്കുമെന്ന് എനിക്ക് അറിയില്ല. കാരണം രഞ്ജിത്ത്, അതാണ് അറിയേണ്ടത്. ഈ പുഴയുടെ കരയിൽ എന്ന് പറയുമ്പോൾ അവിടെ വലിയ രീതിയിൽ ഇനി കുഴിക്കുന്നത്, പുഴ ഒന്നാമത് കുത്തിയൊലിച്ച് വരികയാണ്. അവിടെ കുഴിക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്നൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ടോ? അതാണോ മടിക്കുന്നത്? ഇല്ല, ഹൈ ബൂം ഒരു ഇത് ആവശ്യപ്പെട്ടൊരു ഹൈ ബൂം ഒരു ലെങ്ത് ഉള്ളത് വലിയൊരു ഹിറ്റാച്ചി ബൂമിൻ്റെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നാളെ MLA സംസാരിച്ചുകൊണ്ട് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. എങ്ങനെ പിന്നെ ഡ്രഡ്ജിങ്ങിൻ്റെ ഒരു സാധനം, ഡ്രഡ്ജിങ്ങിൻ്റെ ഒരു മെഷീൻ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഐലൻഡ് രൂപപ്പെട്ടിട്ടുണ്ട്.
അതായത് പുഴയുടെ നടുക്ക്. അവിടെ വെള്ളം ഈ ഡെബ്രിസ് മാറ്റിക്കൊണ്ട് അല്ല പുഴയിൽ ഒഴുക്കി വിട്ടുകൊണ്ട് അവിടെ എന്തെങ്കിലും ട്രക്കിൻ്റെ എവിഡൻസ് കിട്ടാൻ പറ്റുമെന്നുള്ള, കാരണം ട്രക്ക് എവിടെ പോകുന്നുള്ള വലിയ ചോദ്യമാണ്. ഇത്ര വലിയ ഹ്യൂജ് ട്രക്ക് എവിടെ പോകുന്നുള്ള വലിയ ചോദ്യം തന്നെയാണ്. കാരണം ഈ വാട്ടർ യൂണിറ്റ് 1 മുതൽ 7 ഇന്ന് വരെയുള്ള എല്ലാ ഇത് നോക്കിയിട്ടും വെള്ളത്തിൽ സമാന്തരമായിട്ടൊരു ഓപ്പറേഷൻ അത് സ്റ്റോപ്പാണെന്നും ആയിട്ടില്ല. അത് സമാന്തരമായിട്ടാണ് അവർ സെർച്ച് നടത്തുന്നുണ്ട്. വാട്ടറിൽ സെർച്ച് ഈ കരയിൽ നടക്കുന്ന പോലെ സെർച്ച് നടക്കുന്നുണ്ട്. കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് ക്ലിയർ കട്ടായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ നിഗമനം ഫുള്ള് ലാൻഡിൽ തന്നെ ആവുന്നതാണ് ഇപ്പോഴും. രഞ്ജിത്ത്, ഇന്നിപ്പോൾ 6:30 തന്നെ തിരച്ചിൽ അവസാനിപ്പിച്ച എന്തുകൊണ്ടാണ് രഞ്ജിത്ത്? 2 കാര്യങ്ങൾ. ഇന്നിപ്പോൾ 6:30 തന്നെ തിരച്ചിൽ അവസാനിപ്പിച്ച എന്തുകൊണ്ടാണ്? സൈന്യം പൂർണ്ണമായും മടങ്ങിയോ? ഇക്കാര്യത്തിൽ താങ്കൾക്ക് എന്തായാലും ഒരു സ്ഥിരീകരണം ഉണ്ടാകുമല്ലോ. ഇല്ല, സൈന്യം പൂർണ്ണമായിട്ടും മടങ്ങിയിട്ടില്ല. നാളെ കണ്ടിന്യൂ ചെയ്താണ് എനിക്ക് കിട്ടിയ വിവരം. അവരോട് സാറിനോട് സംസാരിച്ചപ്പോഴും ഇല്ല, മടങ്ങുന്നില്ല, നാളെ ഉണ്ടാവുന്നതിനാണ് അതിൻ്റെ CEO സാറ് പറഞ്ഞത്. പിന്നെ ഇന്ന് 6 മണിക്ക് 6:30 സ്റ്റോപ്പ് ചെയ്യും. കാരണം അവിടെ 80% അവർക്ക് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. വൈകിട്ട് എന്തൊക്കെ കുറേ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഒരു 6 മണി 6:30 തന്നെ ഫുള്ള് സ്റ്റോപ്പ് ചെയ്ത്. കാരണം ഇന്ന് മഴയും കാര്യങ്ങളും ഇല്ലാട്ട് 6:30 സ്റ്റോപ്പ് ചെയ്യും. ബാക്കി 20% പിന്നെ ഉള്ളത് ഇപ്പുറത്തെ ലാൻഡാണ് നോക്കേണ്ടത്. ഇനി ഈ ലാൻഡിൽ തന്നെ ഉണ്ടാവുന്നത് തന്നെയാണ് കൂടുതൽ പ്രതീക്ഷ. എനിക്ക് ഇപ്പോഴും അന്നും ഇന്നും പറയുന്ന ലാൻഡിൽ തന്നെ കൂടുതൽ ഉണ്ടാവും. ഈ ലോറി ബാക്കി അല്ലെങ്കിൽ ആ ഒരു മണ്ണ് ഇങ്ങോട്ട് കൊണ്ട് അടിച്ച ഈ ഒരു വലത്തെ ഇടന്ന് മാറി പുഴയോട് ചേർന്ന വശത്തേക്ക് കുറേ ഇവർ മണ്ണൂർ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ട്രക്കിന് മുകളിൽ തന്നെയാണ് കുറേ മണ്ണ് കിട്ടുന്നൊക്കെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. അതെന്താണെന്ന് അത് പൂർണ്ണമായിട്ട് സെർച്ച് കഴിഞ്ഞാൽ അറിയത്തുള്ളത് ഇവിടെ. പക്ഷേ ഈ ഇടത്ത വശത്ത് മണ്ണ് മാറ്റിയേക്കാൾ കൂടുതലും ഈ പുഴയോട് ചേർന്നാണ് ഈ മണ്ണ് കിടക്കുന്നത്. പുഴയോട് ചേർന്ന് അത് ലാൻഡ് തന്നെയാണ്. അതൊരു റിവർ ഭാഗം, റിവർ ഭാഗമല്ല, ലാൻഡാണ്, കരഭാഗമാണ്. പുഴ ആ കര കഴിഞ്ഞിട്ടാണ് ചേർന്നാണ് പുഴ വരുന്നത്. ശ്രീ ആർ ജയദേവൻ, കഴിഞ്ഞ ദിവസമുള്ള ചർച്ചയിലും താങ്കൾ പങ്കെടുത്തതാണല്ലോ. ഇപ്പോൾ 7ാം ദിവസത്തെ തിരച്ചിൽ അവസാനിക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാനാകുന്നത്? ഇന്നിപ്പോൾ കൂടുതൽ സംവിധാനങ്ങളുമായി സൈന്യം എത്തിയെങ്കിലും തിരച്ചിൽ പാതി വഴിയിൽ അല്ലെങ്കിൽ 6:30 അവസാനിപ്പിക്കുകയാണ്. ഈ ആദ്യം ലഭിച്ച സിഗ്നലുകളും സൂചനകളും ഒക്കെ തെറ്റാണെന്ന് പിന്നെ ബോധ്യപ്പെടുന്നതിലേക്ക് എത്തുകയുമാണ്. എന്താണ് ഇനി ചെയ്യാനാവുക? നമസ്കാരം മാഡം. വികാരനിർഭരമായ അമ്മയുടെയും പെങ്ങളുടെയും വിഷമം മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഇതിലേക്ക് പോകുന്നതിന് മുമ്പേ എനിക്ക് പെട്ടിമുടിയെ പരാമർശിക്കാണ്ടിരിക്കാൻ സാഹചര്യമുണ്ട്. കാരണം രണ്ടും വളരെ വ്യത്യസ്തമായൊരു സാഹചര്യമായിരുന്നു. അതായത് പെട്ടിമുടിയിൽ ഒരു രാത്രി കറണ്ടോ വെളിച്ചമോ ഒന്നുമില്ലാത്തൊരു സമയത്ത് പെട്ടിമുടിയിലെ ടീ ഫാക്ടറിയുടെ പെട്ടിമുടി മാനേജർ വിളിച്ചിട്ട് ഞങ്ങളുടെ ജില്ലാ ഓഫീസറോട് പറയുകയാണ്, ഇവിടെ എന്തോ ഒരു ഭയങ്കരമായൊരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്, ഞാൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന്റെ മുമ്പിൽ വരെ വെള്ളം എത്തിയിട്ടുണ്ട്, എന്തായാലും നാളെ അതിരാവിലെ വരണമെന്നുള്ളൊരു മെസ്സേജാണ് പാസ് ചെയ്യുന്നത്. കാരണം അപ്പോൾ ആർക്കും എന്തുമില്ല. പിറ്റേ ദിവസം ഞങ്ങൾ സന്നാഹമായിട്ട് അവിടെ ചെല്ലുകയാണ്. അതിനു മുമ്പേ മൂന്നാർ ഫയർ സ്റ്റേഷനിലെ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇരുട്ടിൽ തപ്പുകയാണ്. എന്താണ് ഏതാണെന്നൊന്നും ഒരു രൂപമില്ല, ഒരു നിരന്ന ഒരു പ്രദേശം മാത്രം. അപ്പോൾ അതന്നത്തെ സാഹചര്യം. അതല്ലെങ്കിൽ ഒരു കൊടും വനത്തിൽ സംഭവിക്കുന്ന ഒരു സാഹചര്യം. ഇന്ന് ഇവിടെ കർണാടകയിൽ സംഭവിച്ചതെന്ന് പറയുന്നത് പകൽ വെളിച്ചമാണ്. അതുമല്ല, ഇന്ന് നമുക്ക് എല്ലാ സാഹചര്യങ്ങളും, അതായത് ഉണ്ടായ സംഭവങ്ങളുടെ ലെഫ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരുടെ മൊബൈൽ ഫോണുകൾ എല്ലാം നമുക്ക് പരിശോധിക്കാം. പരിശോധിച്ചിട്ടൊരു ഏത് രീതിയിൽ എപ്പോൾ വേണേലും പരിശോധിച്ചിട്ട് അതിനൊരു സുഗമമായൊരു രക്ഷാപ്രവർത്തനം അവിടെ നടത്താം. ഞാൻ 2 ദിവസമായിട്ട് ഈ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഞാൻ വെളിയിൽ ചാടിയിട്ടില്ല. രാവിലെ 7:30-8 മണിക്ക് ഞാൻ കയറി കഴിഞ്ഞാൽ വൈകിട്ട് ആണ് മിക്കവാറും ഇറങ്ങുന്നത്. അപ്പോൾ ഇത് വളരെ സസൂക്ഷ്മം ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ ഇനിയുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ ലോറി പോയ സാഹചര്യങ്ങൾ ഞാൻ പരിശോധിച്ചതിന്റെ അടുത്തോളം ഇത് തീർച്ചയായിട്ടും ഈ കരയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ജയദേവൻ, ഈ പറഞ്ഞ പുഴക്കരയിലാണോ, അതായത് മണ്ണ് കൊണ്ട് ഇപ്പോൾ ഡംപ് ചെയ്തിരിക്കുന്നിടത്താണ് ഉള്ളതെന്നാണോ താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും ഞാൻ അവിടെ തന്നെയാണ് കരുതുന്നത്. കാരണം അതിന്റെ മൂവ്മെന്റ്സ് ഞാൻ കൂടി ഒന്ന് പറഞ്ഞു. ഈ ലാൻഡ് സ്ലൈഡ് വന്ന് ഈ ട്രക്കിനെ ഒന്ന് മൂവ് ചെയ്യിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാൻഡ് സ്ലൈഡിന്റെ വെഞ്ചുരിറ്റിയിൽ ഈ വാഹനം ഒന്ന് മുന്നോട്ട് മൂവ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഇതിനു മുമ്പേ കണ്ട
അതേമാതിരി തന്നെ ഇതിനെ മൂവ് ചെയ്ത് ഈ കുഴിയിലേക്ക്, അല്ലെങ്കിൽ 16 അടി ഡെപ്ത് ഉണ്ടെന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് ഈ വാഹനം തള്ളിമറിച്ചിട്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ് എൻ്റെ ഒരു അവസാന നിമിഷ നിഗമനം. ഒരു കാരണവശാലും, കാരണം ഈ ശ്രീ രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നത് പോലെ പിറ്റേ ദിവസം മൊബൈൽ റിങ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ വാഹനം ഒരു കാരണവശാലും വെള്ളത്തിൽ അകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു രണ്ടാമതൊരു ചോദ്യം ചോദിക്കുക, എന്തുകൊണ്ട് ഈ തടിക്കഷ്ണങ്ങൾ ഈ കയർ പൊട്ടിപ്പോകാമെന്ന് പറഞ്ഞു. അത് ആ ലോറിയുടെ പ്രത്യേകതയാണ്. ആ ലോറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സൈഡും ഗ്രില്ല് കവേർഡ് ആണെന്നുള്ളതാണ്. അതിന് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനെ ഒന്നുകൂടി പരിശോധിക്കണം. അതിനുശേഷമാണ് ഈ തടി റോപ്പിട്ട് ചുറ്റി വരിഞ്ഞേക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ ആ പല ലാൻഡ് സ്ലൈഡുകളും പരിശോധിച്ചിട്ടുണ്ട്. ഈ കാറുകളൊക്കെ തന്നെ അല്പം പോലും പരിക്കില്ലാതെ ഒരിടത്തുനിന്ന് ഫ്ലോട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. കാരണം 50 ടൺ വെയിറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞെന്നാലും ഈ ലാൻഡ് സ്ലൈഡിന് ഈ 50 ടൺ വെയിറ്റ് ഒന്നും ഒരു കാര്യമല്ല. അത് എങ്ങനെയായാലും നിരക്കി കൊണ്ടുപോകും. ഇനി എങ്ങനെ നിരക്കിയാണോ മറിച്ചാണോ കൊണ്ടുപോകും, ഒന്നും മറിഞ്ഞിട്ടുണ്ടാകാമെന്ന് നമുക്ക് പരിശോധിച്ചാൽ ജയദേവൻ, ഇപ്പോൾ ഈ എങ്ങനെയായിരിക്കും സംഭവിച്ചത്? ടാങ്കറിന്റെ ഭാഗങ്ങൾ കിട്ടിയത് 7 കിലോമീറ്റർ അപ്പുറത്താണ്. അതിലെ ഡ്രൈവറെ കിട്ടിയത് 40 കിലോമീറ്റർ അപ്പുറത്താണ്. തീർച്ചയായിട്ടും അതിലേക്ക് വരാം. കാരണം ടാങ്കറിന്റെ ഇതെന്ന് പറഞ്ഞാൽ, കാരണം 1/3 എയറാണ്, ബാക്കി ലിക്വിഡാണ്. അപ്പോൾ ഏത് സമയത്തും അത് എങ്ങനെയൊക്കെ വെള്ളത്തിൽ പോയാലും അത് പൊങ്ങിയേ കിടക്കത്തുള്ളൂ. ആ പൊങ്ങിക്കിടക്കുന്നതിന്റെ ഒരു മൂവ്മെന്റ്സ് ആണ് നമ്മളെ കണ്ടത്. അതുമല്ല, അതിലൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ എൻജിൻ സൈഡ് എവിടെ, അല്ലെങ്കിൽ ക്യാബിൻ എവിടെ, അത് തീർച്ചയായിട്ടും ആ പുഴയിലോ അല്ലെങ്കിൽ ആ ചുറ്റുവട്ടത്തുണ്ടാവും. കാരണം ഈ ലക്ഷ്മണന്റെ കടയുടെ വാതിൽക്കലാണ് ഈ LPG ടാങ്കർ കിടന്നിരുന്നത്. അതുകൊണ്ട് അത് ആ ഇമ്പാക്റ്റിൽ തെറിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. എങ്ങനെ തെറിച്ചെന്നാലും അത് ഒരു ബലൂൺ ടൈപ്പ് സിലിണ്ടറിക്കൽ ടൈപ്പ് ആയതുകൊണ്ട് അത് പൊങ്ങി തന്നെ കിടക്കത്തുള്ളൂ. നേരെ മറിച്ച് നമ്മുടെ ഈ ലോറിയുടെ അർജുന്റെ വാഹനത്തിന്റെ കാര്യത്തിലേക്ക് വരാം. എന്താ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും അതൊരു 50 ടൺ അല്ലെങ്കിൽ ഒരു മാക്സിമം 40 ടൺ വെയിറ്റ് ഉള്ളത് കൊണ്ട് എപ്പോഴും അത് താഴോട്ട് ഇരുത്തി കൊടുക്കാനുള്ള ഒരു സാഹചര്യം. അങ്ങനെ ഒരു തിട്ടയിലേക്ക് എത്തുന്ന വാഹനം തീർച്ചയായിട്ടും താഴോട്ട് അമങ്ങും. അതിന് പുറകെ എന്താ വരുന്നത്? ഈ ക്ലേ എല്ലാം കൂടി ലാൻഡ് സ്ലൈഡിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം വന്ന് മൂടിപ്പോയിട്ടുണ്ടാകാം. എന്താ പരിഹാരം എന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ നമുക്ക് ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ആ തിട്ടയിലേക്ക് ഇടിഞ്ഞത് എനിക്ക് തോന്നുന്ന ഒരു ഏകദേശം ഒരു 50-70 മീറ്റർ ഡിസ്റ്റൻസാണ്. അത് പോട്ടെ, നമുക്ക് ഈ ലക്ഷ്മണന്റെ കടയുടെ പുറകുവശം വരെ കിട്ടാവുന്ന ഭൂമിന് നീളമുള്ള ബക്കറ്റിന് വീതി കുറഞ്ഞ JCB സംഘടിപ്പിച്ചുകൊണ്ട് ഒരു 10 മീറ്റർ 10 അടി ഡിസ്റ്റൻസിലോ അല്ലെ കിട്ടാവുന്ന ഡിസ്റ്റൻസിലോ നമ്മളെ ഈ ഭൂമിയിൽ ഈ വാഹനം ഉടക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് തിരയുക എന്നുള്ളതാണ്. ഭീമമായ ഒരു ഇത് വേണ്ട. നമുക്ക് ആ ബക്കറ്റ് ഇറങ്ങുന്ന ഭാഗത്തിന് തെരഞ്ഞെറിഞ്ഞ് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു 40%, മുഴുവൻ പ്രൊഡിക്റ്റ് ചെയ്യാൻ ഞാൻ ആളല്ല, എന്റെ അനുഭവം വെച്ച് ഒരു 40% ഈ വാഹനം നമ്മുടെ ഭൂമിയിൽ ഉടക്കും. തീർച്ചയായിട്ടും അതൊരു ഭഗീരഥ പ്രയത്നമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നാളത്തെ ഒരു ദിവസം നമ്മുടെ ദിവസമായിരിക്കുമെന്ന് ഞാൻ പറയുകയാണ്. ഓരോ ദിവസം ഈ ഒരു പ്രതീക്ഷയിലാണ് ദിവസം അവസാനിക്കുന്നത്. സൗകര്യങ്ങൾ അതിന് പറയൂ. തീർച്ചയായും. കാരണം നമ്മൾ ഇതെല്ലാം ഇന്ന് പറയുന്ന നമ്മൾ പോയേക്കുന്ന എല്ലാം ടെക്നോളജിയുടെ പുറകെയാണ്. ടെക്നോളജി മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ മനുഷ്യ പ്രയത്നങ്ങളെല്ലാം അസ്തമിച്ചിരിക്കുകയാണ്. ടെക്നോളജികളൊക്കെ പക്ഷേ അത് ചില മൈന്യൂട്ട് വിഷയങ്ങളിലേക്ക് പിന്മാറപ്പെടുകയാണ്. നമുക്ക് ഈ ചില ടെക്നിക്സ് അല്ലാതെ കണ്ട അവിടെ മറ്റ് പ്രയോഗങ്ങൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടല്ലെങ്കിൽ ഇതിന് സമാന്തരമായിട്ട് നമുക്ക് പുഴയിലും പരിശോധിക്കാം. പുഴയിലെ പരിശോധന നിർത്തണ്ട. കാരണം അതിനൊരു കാരണം പറയുന്നത് നമ്മളെപ്പോ പരിശോധിച്ചാലും സമയക്കുറവുണ്ടോ? സമയക്കുറവുണ്ട്. ഞാൻ ഒന്ന് താങ്കളിലേക്ക് വരാം. അഞ്ജുവിന് ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കാനുണ്ട്. അഞ്ജു, നാളത്തെ ദിവസം തിരച്ചിൽ 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നാളത്തെ തിരച്ചിൽ ഏതു ഭാഗത്ത് വേണം? ഇപ്പോൾ പറഞ്ഞു കേട്ടതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചില സൂചനകളുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾ തന്നെ, അനിയനടക്കം അവിടെയുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ അവസാന നിമിഷത്തിൽ പറയാനുള്ളത് അഞ്ജു? മേഡം, നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മുടെ ആവശ്യം അർജുനെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് അവൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയണം. എന്ത് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണെങ്കിലും അത് അറിയാന്നുള്ളതാണ് ഞങ്ങളുടെ അവകാശമാണത്. അപ്പോൾ എന്താണ് അവന് സംഭവിച്ചത്, അവൻ്റെ ലോറി എവിടെ, ഇതിനൊരു ഉത്തരം നാളെയെങ്കിലും കിട്ടും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. MLA ഒക്കെ പറഞ്ഞ പോലെ അവിടെ ഇപ്പോൾ നടക്കുന്ന ആ ഒരു പ്രവൃത്തി സ്റ്റോപ്പ് ആവരുത്. അവന് കിട്ടുന്നവരെ ആ ഒരു പ്രവൃത്തി നടക്കണം എന്നാണ് നമ്മുടെ ആവശ്യം.
പിന്നെ എന്തൊക്കെയോ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ വെള്ളത്തിനടിയിൽ പോയിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരുപാട് ടെക്നോളജീസും കാര്യങ്ങളും നമുക്കിന്ന് അവൈലബിൾ ആണ്. അങ്ങനത്തെ എല്ലാ മാർഗ്ഗങ്ങളും യൂസ് ചെയ്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വെള്ളത്തിലോ അവിടെ കരയ്ക്കടിഞ്ഞ മണ്ണിലോ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് അവനെ കിട്ടുക, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരാളെയും ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനോ ഒരു വ്യക്തിനെ ചോദ്യം ചെയ്യാനോ അവരെ ഇൻസൾട്ട് ചെയ്യാനോ നമ്മളാരും മനഃപൂർവ്വം അല്ല. നമ്മുടെ ഇനി എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഹേർട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് സോറി പറയാണ്. കാരണം നമ്മളെ ഒരു ഫാമിലി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റും. നമ്മൾ കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് ഇപ്പം നമ്മുടെ ഒരൊറ്റ ആവശ്യമുള്ളൂ, അർജുൻ എന്ത് പറ്റി, അവൻ്റെ ലോറി എവിടെ, അല്ലെങ്കിൽ അവൻ പോയ ലോറി എവിടെ, അവൻ എന്ത് പറ്റി എന്നുള്ളത് നമുക്ക് അറിയാൻ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരാളെ നമ്മൾക്ക് ഇപ്പോൾ കുറ്റപ്പെടുത്താനില്ല. ഇപ്പോൾ ഇത്രയും നമുക്ക് ചെയ്തു തരുന്ന എല്ലാവരുടെ അടുത്തും നമുക്ക് നന്ദി മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നാളെയെങ്കിലും എന്തെങ്കിലും വിവരം കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലൊരു ഇൻഫോർമേഷൻ കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്താ ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ ഞങ്ങളുടെയോ എന്തെങ്കിലും ഒരു സംസാരത്തിൽ ഏതെങ്കിലും വ്യക്തിക്കോ അല്ലെങ്കിൽ സിസ്റ്റത്തിനോ എതിരോ നിങ്ങൾക്ക് ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട്, നമ്മുടെ ഇമോഷണലി പറഞ്ഞു പോയതാണ്, ഞങ്ങളുടെ ഫാമിലീൻ്റെ സിറ്റുവേഷൻ കാരണമാണ്. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നാളത്തെ തിരച്ചിൽ പ്രതീക്ഷയോടെ നോക്കാം. അഞ്ജുന് തിരക്കുള്ളതുകൊണ്ടാണ്. അഞ്ജു പ്രതികരിച്ചത് കേട്ടല്ലോ. അതെ, അർജുനെ തിരിച്ചു കിട്ടണം, അത് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് അവസാനത്തെ പ്രതീക്ഷ. രഞ്ജിത്ത് ഇസ്രയേൽ, ഇപ്പോൾ നാളത്തെ തിരച്ചിൽ 8ാം ദിവസത്തെ തിരച്ചിൽ അതൊന്ന് വേഗത്തിലാക്കിയാൽ നല്ല ഫലം കിട്ടുമെന്നുള്ളതാണ്. ബാക്കി എല്ലാവരും ആ പ്രതീക്ഷ തന്നെയാണ് വെക്കുന്നത്. പക്ഷേ നാളെ ഇപ്പോൾ റോഡ് പകുതി തുറന്നു കൊടുക്കുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ അവിടെ തിരച്ചിൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? റോഡ് തുറന്നു കൊടുക്കുകയാണ് നാളെ. എല്ലാം എത്രയും പെട്ടെന്ന് വേഗത്തിൽ നടക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. നൈറ്റ് സെർച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് റെഡിയാണ്. സന്നദ്ധ പ്രവർത്തക മലയാളി അവരുമുണ്ട്. ഇതിനകത്ത് ഈ JCB ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഈ ട്രക്ക് ഡ്രൈവേഴ്സ് ക്ഷീണമാണെങ്കിൽ പകരം ഓടിക്കാൻ പറ്റിയ ആൾക്കാർ ഈ കേരളത്തിൽ നിന്ന് ഒരുപാട് സന്നദ്ധ പ്രവർത്തകരോട് ഉണ്ട്. നൈറ്റ് സെർച്ച് ചെയ്യണമെന്നാണ് എൻ്റെ ആവശ്യം. ഇപ്പുറത്തുള്ള ഗ്രൗണ്ട്, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഗ്രൗണ്ട്, ആ പുഴയോട് ചേർന്ന് നടക്കുന്ന ഗ്രൗണ്ട് അവർ സർഫസിലെ കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം പുഴയിൽ ഇത് സ്റ്റോപ്പായിട്ടേ ഇല്ല. 1ാം ദിവസം മുതൽ 7ാം ദിവസം വരെ തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ നദിയിലുള്ള സെർച്ച്. നേവി യൂണിറ്റും നേവി സോണാർ, ഞാൻ എപ്പോഴും പറഞ്ഞു, ഏറ്റവും പറ്റുമെങ്കിൽ ഏറ്റവും നല്ല എക്യുപ്മെൻറ്റ്, കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള സോണാർ, വെള്ളത്തിൽ ഉപയോഗിക്കുന്ന സൗണ്ട് നാവിഗേഷൻ റേഞ്ചിങ് സിസ്റ്റം, അതുകൊണ്ട്. രഞ്ജിത്ത്, ഒരു സംശയം, ഈ പുഴയിലെ തിരച്ചിൽ ഏത് ഭാഗം വരെയാണ് ഇപ്പോൾ നടക്കുന്നത് രഞ്ജിത്ത്? ഇപ്പോൾ ടാങ്കറിന്റെ ഭാഗങ്ങൾ കണ്ടുകിട്ടിയത് 7 കിലോമീറ്റർ അപ്പുറത്താണല്ലോ. അപ്പോൾ അത്ര ദൂരേക്കൊക്കെ തിരച്ചിൽ പോയിട്ടുണ്ടോ? ഇവർ 7 കിലോമീറ്റർ ഇവർ കടൽ വരെയൊക്കെ പോയെന്നാണ് പറഞ്ഞത്. കടൽ വരെയൊക്കെ പോയെന്നാണ് എന്നോട് പറഞ്ഞത്. 10 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് കടലിൽ പോകാൻ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ടാങ്കറിൻ്റെ വ്യത്യാസമാണ്. ടാങ്കറിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഏറും ഇതുമാണ്, എപ്പോഴും പൊങ്ങി കിടക്കത്തുള്ളൂ, ഒരിക്കലും താന്നു പോകത്തില്ല, പൊങ്ങി തന്നെ കിടക്കത്തുള്ളത്. പിന്നെ ട്രക്കിൻ്റെ ക്യാബിനൊക്കെ അത് വെള്ളത്തിൽ പൊങ്ങി വരേണ്ടതാണ്. ട്രക്ക് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളത്തിൽ തന്നെ ഉണ്ടെങ്കിൽ പൊങ്ങി വരേണ്ടത് കഴിഞ്ഞു. പിന്നെ വുഡിൻ്റെ ലോക്സൊക്കെ തീർച്ചയായിട്ടും കാണാൻ പറ്റും. പിന്നെ ഈ മൊബൈൽ 2 തവണ റിങ് ചെയ്ത്, അത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടില്ല. അടുത്തുള്ളവർ ചോദിച്ചപ്പോൾ 2 തവണ അത് റിങ് ആയെന്ന് പറഞ്ഞു. അത് വീണ്ടും അടുത്ത് ചോദിച്ചപ്പോൾ റിങ് ആയെന്ന് തന്നെ പറഞ്ഞു 2 ദിവസം. അതുകൊണ്ട് ഇപ്പോഴും ലാൻഡ് ഒന്നെങ്കിൽ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്ന അവർ ഇടത്ത് അതിൽ കുറച്ച് ശതമാനമാണ് തീരാനുള്ളൂ. ബാക്കിയുള്ള ഇപ്പുറത്തെ ലാൻഡ്, ഈ ലാൻഡ് സർഫസ് തന്നെ ഉണ്ടാകുന്നതിനാണ് പൂർണ്ണമായിട്ട് പ്രതീക്ഷിക്കുന്നത്. ലാൻഡ് ഏരിയ തന്നെ ഉണ്ടാകുന്നതിനാണ് പൂർണ്ണമായിട്ട് പ്രതീക്ഷിച്ചത്. 40 ടണ്ണ് ട്രക്കാണത്. അതങ്ങനെ ഒരു ഗിയറിലിട്ട് സ്ഥലം ഇറങ്ങി അപ്പുറം പോയി വീഴാനുള്ള ചാൻസ് ഉണ്ടത്. ഈ 2 സ്ഥലവും നമ്മൾ GPS ലൊക്കേറ്റ് ചെയ്ത ഈ ഏരിയയിലും കൂടുതലും ഏറ്റവും കൂടുതൽ ഡെബ്രിസ്, ഏറ്റവും സെഡിമെന്റ് കിടക്കുന്ന പക്ഷേ ഈ പുഴയോട് ചേർന്ന സ്ഥലത്താണ്. കുറവ് ഇപ്പുറത്തെ ഈ വശം തന്നെയായിരുന്നു. പക്ഷേ സൈന്യം എന്തുകൊണ്ടാണ് കരയിലില്ല എന്ന് പറയുന്നത് രഞ്ജിത്ത്? ഇപ്പോൾ പറയുന്ന കരയിൽ എന്ന് തന്നെ ഇപ്പോഴും ഉറപ്പിക്കുമ്പോൾ സൈന്യം എന്തുകൊണ്ടാണ് കരയിലില്ല എന്ന് പറയുന്നത്? അങ്ങനെയെങ്കിൽ നാളെ സൈന്യം കരയിൽ തിരച്ചിൽ നടത്തില്ലല്ലോ. ഇല്ല, എനിക്ക് ആവശ്യം കരയിലും വെള്ളത്തിന് പൂർണ്ണമായിട്ട് സെർച്ച് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ വെള്ളത്തിലെ സെർച്ച് ഞാൻ കണ്ടക്ട് ചെയ്യുന്നില്ല. വെള്ളത്തിൽ സെർച്ച് ആൾറെഡി നടന്നുകൊണ്ടിരിക്കുക, പാരലായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതാരും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. സ്റ്റോപ്പ് ചെയ്യണമെന്നോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അഡ്മിനിസ്ട്രേഷൻ ഒന്നും പറഞ്ഞത്. അതിൻ്റെ ഭാഗം നേവിയും NDRF യൂണിറ്റ് ദിവസം വോട്ട് മാധ്യമപ്രവർത്തനം അങ്ങോട്ട് വേണ്ടി പോയി അവർ സെർച്ച് ചെയ്യുന്നുണ്ട്. ഇത് കരയിലും കണ്ടിന്യൂ ചെയ്യുന്നത്. നൈറ്റ് ടൈമിലും ഫുള്ള് എത്ര ഊർജിതമായിട്ട് കരയിലും ഫുള്ള് ഈ ക്ലിയർ ഡൗട്ട് ചെയ്യുന്ന സ്ഥിതിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി പൂർണ്ണമായിട്ട് മണ്ണ് നീക്കി പരിശോധിക്കണം തന്നെയാണ് എൻ്റെ ഇപ്പോഴും ഞാൻ പറഞ്ഞ അഭിപ്രായപ്പെടുന്ന ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അഭിപ്രായപ്പെടുന്ന ഉള്ള NDRFനോട് ഞാൻ പറയുന്ന ആർമിയോട് പറയുന്നതല്ല, ഇങ്ങനെ ചെയ്യണമെന്ന് തന്നെയാണ്.
ഈ രാത്രി തിരച്ചിൽ വേണമെന്ന് രഞ്ജിത്ത് ആവർത്തിച്ച് പറയുന്നുണ്ട് അല്ലെ? എല്ലാ രക്ഷാപ്രവർത്തനം ആ രൂപത്തിൽ തന്നെ രാത്രിയും പകലുമില്ലാതെയാണ് നടക്കാറ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ 6:00 തന്നെ എല്ലാം കെട്ടിപ്പൂട്ടി മടങ്ങുന്നത്? 6:00 എന്തിനാണ് മടങ്ങിയത് രഞ്ജിത്ത്? ക്ഷീണിതനാണ് ഞാൻ പറഞ്ഞത്. ക്ഷീണിതനായിട്ട് നമ്മൾ രാത്രി കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. പകരം നമുക്ക് ആളുണ്ടെങ്കിൽ ലൈറ്റ് സഫീഷ്യൻ ലൈറ്റ് ചെയ്യാൻ റെഡിയാണ്. അതിന് നേതൃത്വം കൊടുക്കാൻ കരയിലെ സെർച്ചിന് നേതൃത്വം കൊടുക്കാൻ റെഡിയാണ്. കരയിലെ സെർച്ച് ഒരു പാളിച്ച മതി. അത് കണക്കാണ് നമ്മൾ മണ്ണൊക്കെ കൊണ്ട് ദൂരേക്കാണ് ഇടിച്ച്, വീണ്ടും ഇവിടെ കൊണ്ട് ഇടിക്കാൻ മണ്ണൊക്കെ മാറ്റി ദൂരേക്ക്. കേൾക്കാം. ഹലോ രഞ്ജിത്ത്, ഞാൻ ചോദിച്ചത് ഇന്നിപ്പോൾ 6:30 അവസാനിപ്പിച്ചത് ആരുടെ നിർദ്ദേശത്തിലാണ്? അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ തീരുമാനം എടുത്തതാണ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേക്കാം വീണ്ടും ഇന്ന് മഴയില്ല, വീണ്ടും തുടരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കണ്ടിന്യൂ ചെയ്യുന്നില്ല ഇവർ. അപ്പോൾ എനിക്കൊരു സിവിലിയൻ എന്ന രീതിയിലും എനിക്കൊരു പരിധിയുണ്ട്. കാരണം വന്നപ്പോൾ തന്നെ അറിയാലോ, വളരെ പ്രയാസപ്പെട്ടാണ് അവർ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല കയറ്റി വിടാൻ. ഒരുപാട് ഇതുകൊണ്ടാണ് കയറ്റി പിന്നെ സമ്മതിക്കുന്നത്. അപ്പം ഇവർ അങ്ങോട്ട് നൈറ്റ് വർക്കൗട്ട് സമ്മതിക്കും. നമ്മുടെ സുരക്ഷ ബാധിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇവർ മാറ്റും. രാത്രി ഇടിഞ്ഞ് വീഴും. അങ്ങനെയൊന്നുമില്ല. നമുക്ക് സുരക്ഷ നമ്മൾ നോക്കാൻ അറിയാം കറക്റ്റ്. ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എന്തുകൊണ്ടാണ് നൈറ്റ് സെർച്ച് ചെയ്യാത്തത്? അത്തരമുള്ള ലൈറ്റ്സൊക്കെ ഇട്ട് ഒരു പാരലായിട്ട് തന്നെ ചെയ്യണം. വാട്ടറിൽ സെർച്ച് നടത്തിക്കോട്ടെ, പാരൽ ആരും സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. അത് തന്നെ നൈറ്റിൽ കരഭാഗങ്ങൾ കരവശങ്ങൾ ലാൻഡ് ഏരിയ പൂർണ്ണമായിട്ടും അരിച്ച് പെറുക്കി തന്നെ സെർച്ച് ചെയ്യണത്. എങ്കിൽ മാത്രമേ ഈ ഇതിനൊരു കറക്റ്റ് ഒരു സെർച്ച് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ഈ സൈന്യം എന്താണ് പറയുന്നത് രഞ്ജിത്ത്? ഈ തിരച്ചിൽ അവസാന ഘട്ടം വരെ തുടരുമെന്ന് തന്നെയാണോ? നാളെ ഇപ്പോൾ 8ാം ദിവസത്തിലേക്ക് എത്തുകയാണ്. പലയിടത്തും ഈ തരത്തിൽ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ആ തിരച്ചിൽ അവസാനിപ്പിക്കുന്നത് നമ്മൾ കേരളത്തിലടക്കം കണ്ടിട്ടുള്ളതാണല്ലോ, കൊളപ്പാറയിലടക്കം. സൈന്യം നാളെ ഉണ്ടാവും. പിന്നെ എത്ര ദിവസം കണ്ടിന്യൂ എന്ന് പറഞ്ഞു. നാളെ ചോദിച്ചപ്പോഴും ഇറങ്ങാമെന്ന് ചോദിച്ചപ്പോഴും നാളെ തന്നെ ഉണ്ടാവും എന്നാണ് അവരുടെ കമാൻഡിംഗ് ഓഫീസർ പറഞ്ഞത്. നാളെ ഉണ്ടാവും. വേറെ കാര്യങ്ങളൊന്നും വന്നിട്ട് എനിക്ക് കൊണ്ടുവന്ന റഡാർ അത്ര എനിക്ക് അത് ഒരു പവർഫുൾ റഡാറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പവർഫുൾ റഡാറാണെന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് വേണ്ട റഡാർ എന്ന് വെച്ചാൽ അതേ ഹൈലി മെറ്റൽ പെട്ടെന്ന് എത്ര വിനീതിലും പോകുന്ന റഡാർ സിസ്റ്റം ഇന്ത്യക്കുണ്ട്. DRDOയ്ക്ക് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഓർഗനൈസേഷൻ കൊണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതിന് ഡിഫൻസിന് കൊടുക്കുന്നത് ആരംഭിക്കില്ല. അപ്പോൾ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള റഡാർ, ഹൈ പെനിട്രേറ്റിംഗ് റഡാറാണെന്ന് എനിക്കത് തോന്നുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നില്ല. അത് സംസാരിച്ചിരുന്നോ? സൈന്യത്തോട് സംസാരിച്ചിരുന്നോ? അപ്പോൾ എന്താണ് പറയുന്നത്? നാളെ ആ രൂപത്തിലുള്ളത് കൊണ്ടുവരുമെന്നാണോ? ഇല്ല, കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ വേറെ സൈനികരോടും സിയോട് സംസാരിച്ചില്ല ആ കാര്യത്തിൽ. ഇനിയിപ്പോൾ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന വെച്ചാൽ വേറൊരു സൈനികരെ ചോദിച്ചത്, തമിഴ്നാട്ടുകാരെ കുറച്ച് സൈനികരുണ്ടായിരുന്നു, അവരോട് ചോദിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഹൈ പെനിട്രേറ്റിംഗ് പവറുള്ള. അപ്പോൾ അവർ പറഞ്ഞത് മെറ്റൽ മാത്രമല്ല അയൺ കണ്ടന്റ് ഉള്ളെങ്കിലും റോക്സോ സോളിഡ് ബ്രിക്ക് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതും ഐഡൻറ്റിഫൈ ചെയ്യും. പക്ഷേ നമുക്ക് വേണ്ട അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും പോയി ചെയ്യേണ്ടി വരും. കാരണം അയൺ ഓർ കണ്ടന്റ് ഉള്ള റോക്സ് ഒരുപാടുണ്ട്. അതാണെന്ന് സംഭവിച്ചത്. സമയം നീണ്ടു പോത്തെ. അതാണെന്ന് സംഭവിച്ചത്. ഞാൻ അന്നും ഇന്നും പറഞ്ഞ പോലെ ട്രക്ക് എവിടെ നിന്ന് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് അത് എടുക്കാൻ പറ്റും. ട്രക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതാണ് പ്രശ്നം. ട്രക്ക് എവിടെയാണെന്നുള്ളത് അതിനുള്ള ഒരു ടെക്നിക്കൽ ഇതാണ് വേണ്ടത്. ഇത് വന്നപ്പോൾ തൊട്ട് ആവശ്യപ്പെടുകയാണ്. ഞാനൊരു സിവിലിയനാണ്. നമുക്കിത് അങ്ങനെ ഇത്രയും വലിയ ഹൈ പവർ മെഷീൻസ് വാങ്ങിക്കാനുള്ള കയ്യിൽ പൈസയില്ല. മാത്രമല്ല ഇത് ക്യാരി ചെയ്യാനുള്ള അനുവാദമില്ല. ഇത്ര ഹൈ പെനിട്രേറ്റിംഗ് റഡാർസ് ഒക്കെ വേണമെങ്കിൽ അതുപോലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഒക്കെ അനുമതി വേണം. എന്നെപ്പോൾ സിവിലിനെ കിട്ടാൻ എനിക്ക് പരിമിതമായ എക്യുപ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ എവിടെയാണോ അത് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് പോയി കാണിച്ചാൽ അതെടുക്കാൻ ഇപ്പോഴും തയ്യാറാണ്. അവിടെ എത്തേക്കാൻ ഇപ്പോഴും തയ്യാറാണ്. രഞ്ജിത്ത്, ഒറ്റ ചോദ്യം കൂടി. രഞ്ജിത്ത്, വന്ന ഘട്ടം മുതൽ പോലീസിന്റെ തടസ്സപ്പെടുത്തലുകളൊക്കെ തുടരുകയാണ്. ഇന്നിപ്പോൾ കോഴിക്കോട് നിന്നുള്ള സംഘത്തെയും തടയുന്ന സാഹചര്യമുണ്ട്. രഞ്ജിത്തിന് ഇന്നും അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായോ? എന്തുകൊണ്ടാണ് ഈ ജനപ്രതിനിധികളടക്കം അവിടെ വന്നിട്ടും അവരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിട്ടും പോലീസ് ഇങ്ങനെ പെരുമാറുന്നത്? അത് ഞാൻ കെയർ ചെയ്യുന്നില്ല. അവർ തടയുകയോ തള്ളി മാറ്റുകയോ അല്ലെങ്കിൽ നാളെ തല്ലുകയോ അതൊന്നും ഞാൻ വിഷയമാക്കുന്നില്ല. എങ്ങനെ ട്രക്ക് ട്രേസ് ഔട്ട് ചെയ്യാനാണ് വന്നത്. ട്രക്ക് ട്രേസ് ചെയ്യാൻ മാത്രമേ അർജുനെ വേണ്ടി അർജുനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ട്രക്ക് എത്ര നമ്മൾ ട്രേസ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഇങ്ങനെ ഇൻ്റർഫിയറൻസ് വരും. അതുകൊണ്ട് നമ്മൾ തളരുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കാലാവസ്ഥ കൊണ്ട് തളരുന്നില്ല, അല്ലെങ്കിൽ മഴ കൊണ്ട് ഈ പ്രതികൂല കാലം തളരുന്നില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അത് ട്രേസ് ഔട്ട് ചെയ്യാനാണ് നോക്കുന്നത്. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ടെക്നോളജിക്കൽ ഒരു എഫിഷ്യൻസി ഇവിടെ ഉണ്ട്. ആ ടെക്നോളജി ഒരു കറക്റ്റ് ടെക്നോളജി ആ ലെവലിൽ കിട്ടിക്കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് ഞാൻ വന്ന ദിവസം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാമായിരുന്നു ട്രക്ക്.
ശരി രഞ്ജിത്ത്, നമുക്ക് അഞ്ചാം 8-ാം ദിവസം ദിവസത്തെ വന്ന് പ്രതീക്ഷയോടെ കാണാം. 3-ാം ദിവസത്തിൽ കടക്കുന്നു. നാളെ വീണ്ടും കാണാം. 8-ാം ദിവസം പ്രതീക്ഷയോടെ കാണാം. ഇപ്പോൾ അർജുൻ മാത്രമല്ല, അർജുൻ അടക്കം 4 പേരെയാണ് ഇനി കണ്ടു കിട്ടാനുള്ളത്. ഇന്ന് അർജുന്റെ അമ്മ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അർജുന് വേണ്ടി ശബ്ദമുയർത്താൻ ഇതാ കേരളത്തിൽ നിന്ന് ഇത്ര വലിയ സംഘം തന്നെ അങ്ങോട്ട് എത്തിയിരിക്കുന്നു. അത്രയും പിന്തുണയുണ്ട് കേരളത്തിൽ നിന്ന്, മലയാളികളുടെ പിന്തുണയുണ്ട്. പക്ഷെ അങ്ങനെ പിന്തുണയില്ലാതെ തമിഴ്നാട്ടിൽ നിന്നടക്കം വന്ന ആ ഹോട്ടലിൽ, ലക്ഷ്മണന്റെ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ഒരു തൊഴിലാളിയെ കാണാതായിട്ടുണ്ട്. അയാളുടെ കുടുംബം അവിടെ നിന്ന് കരഞ്ഞ് ഇവർക്കൊപ്പം തന്നെ കൂടി, ജിത്തിന് അടക്കമുള്ളവർക്കൊപ്പം കൂടി ഞങ്ങളെ കൂടി ഒന്ന് സഹായിക്കൂ എന്ന് കരഞ്ഞപേക്ഷിക്കുന്നു. അങ്ങനെ കരഞ്ഞപേക്ഷിക്കുമ്പോൾ ഇവിടെയാണ് അവരുടെ മകനുള്ളത് എന്ന് പറയുന്നിടത്ത് തന്നെ വീണ്ടും മണ്ണ് കോരിയിടുന്ന അത്രയും ക്രൂരമായ സാഹചര്യം പോലും അവിടെ കാണുകയുണ്ടായി എന്നുള്ളതാണ്. ഏതായാലും ഇതൊക്കെ തന്നെയും ഞങ്ങൾ അധികാരികളെ മുന്നിലേക്ക് വെക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഇപ്പോൾ കെ രാഘവൻ MP അടക്കമുള്ള നേതാക്കളുടെ ഇടപെടലിനെ വളരെ നന്ദിയോടുകൂടി തന്നെയാണ് അഞ്ജുവിൻ്റെ അമ്മ സ്മരിച്ചത്. അതോടൊപ്പം തന്നെ അവർ വൈകാരികമായിട്ടാണെങ്കിലും പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള നാളെ ആ തരത്തിലുള്ളൊരു തിരച്ചിലേക്ക് പോകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. രഞ്ജിത്ത് ഇസ്രയേൽ, KM അഷ്റഫ്, R ജയദേവൻ, കൃഷ്ണദാസ് തീരം, ഒപ്പം അർജുൻ്റെ സഹോദരി അഞ്ജു.